ഈ യജ്ഞവേദിയിൽ ഇരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്നത്തെ സുദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ വളരെ സന്തോഷം തോന്നുന്നത് എന്താന്ന് പറഞ്ഞാൽ, വളരെ ദൂരെ ഇരിക്കുന്ന ഞാൻ ഇവിടെ ഈ കല്യാണത്തിനുള്ള ഞാൻ കലമ്പുരയിൽ വന്ന് ഇവിടുത്തെ ഭക്തജനങ്ങളെ കാണാനുള്ള ഒരു സന്ദർഭമുണ്ടായി. അവരുമായിട്ട് എൻ്റെ മനസ്സിലെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ളൊരു സന്ദർഭമുണ്ടായി. അതിനുള്ളൊരു സങ്കല്പം, ഭഗവാന്റെ സങ്കല്പം, അതിന് ഞാൻ ആദ്യമായിട്ട് ഭഗവാനോട് കൃതജ്ഞതയോടുകൂടി പ്രണാമം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും രമേഷ് ജിയോട് വന്നപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ അത് ഞാൻ ആദ്യം പറയാം. ആദ്യം ഞാൻ എല്ലാവരെയും പുണ്യാത്മാക്കൾ എന്ന് പറയാൻ ഒരു കാരണമുണ്ടായി. അതെന്താണെന്ന് പറയാം. നമ്മളെപ്പോഴും പിന്നീട് വിഷയത്തിലേക്ക് വേണം. ശ്രീരാമദാസന്മാരായിട്ട് എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം അത് വീണ്ടെടുക്കാനായിട്ട് ഈശ്വരൻ അവതരിക്കും എന്നാണ് നമ്മുടെ ശാസ്ത്രം നമ്മളോട് പറയുന്നത്. ഒരു ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഒരു അവസരം ഉണ്ടാവുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു കാലത്തിൻ്റെ പ്രവാഹത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ എന്തൊരു പുരാണം വായിക്കുമ്പോഴും ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴും നമുക്കറിയാം, ഭൂമിദേവി ബ്രഹ്മാവിനോടൊപ്പം പോയി മഹാവിഷ്ണുവിനെ കണ്ടു, സങ്കടങ്ങൾ ഉണർത്തിച്ചു. ഭഗവാൻ പറയുന്ന സമയമാവട്ടെ, ഞാൻ ശരിയാക്കില്ല. ഇതാണ് പൊതുവെ നമ്മൾ കാണുന്നത്. അപ്പോൾ കാലത്തിൻ്റെതായ ഒരു ഒഴുക്കിലാണ് ധർമ്മ സംസ്ഥാപനം നടത്തുന്നത്. ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാനോടൊപ്പം സംസ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. പല വിധത്തിലായിരിക്കും. ഈവൻ ശത്രുക്കളുടെ ഭാവത്തിൽ പോലും അവർ അവതരിച്ചെന്ന് വരും, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനൊരു അവസാന എന്താ പറയുക, അതിനൊരു പൂർണ്ണതയിലെത്തുന്ന സമയമുണ്ട്. അതൊരു ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ ദിവസം ഇന്നാണ്. നമ്മളത് കാണുന്നുണ്ട്. ഭാരതം മുഴുവൻ രാമാനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിയാന്ന് കണ്ട ഒരു ഭാരതമല്ല നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്നലെ മുതൽ ആകെ മാറി. ആരൊക്കെ എത്രയൊക്കെ എതിർപ്പ് പറഞ്ഞാലും എല്ലാവരുടെ ഉള്ളിലും എന്തോ ഒരു ജീവൻ തുടിക്കുന്ന അനുഭവം നമുക്കുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ പുണ്യാത്മാക്കളാണ് നമ്മളെല്ലാം. ഏതെങ്കിലും വിധത്തിൽ ഇപ്പൊ ഒരു പദയാത്ര അവിടെ ചെറുതെങ്കിൽ ചെറുത്, പക്ഷെ ഒരു പദയാത്ര നമ്മൾ നടന്നു. ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ നടന്നു. ഭഗവാന്റെ അവതാരോദ്ദേശം പൂർണ്ണമായതിന്റെ ഭാഗമാകലായിരുന്നു. അങ്ങനെ ഒരു അവതാര സങ്കല്പത്തിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോൾ അതിന്റെ ഭാഗമാകാൻ സാധിച്ച നമ്മളെ കുറിച്ച് എത്രത്തോളം ഒന്ന് ചിന്തിക്കണം. എത്ര ധന്യമാണ് ഈ ജന്മം. ഭാവിയിലെ തലമുറയോട് പറയുമ്പോൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു എന്ന് കുട്ടികളും അവിടുത്തെ കുട്ടികളോട് പറഞ്ഞു. എന്റെ മുത്തശ്ശൻ ഉണ്ടായിരുന്നു, അവരിന്നതൊക്കെ ചെയ്തു. എത്ര രസമെന്ന് ആലോചിക്കുന്നു. ഇന്ന് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചും ഫ്രഞ്ച് വിപ്ലവം, യൂറോപ്പിൽ അത് ഇതൊക്കെ നമ്മൾ പഠിക്കും. ചരിത്രത്തിൽ എന്തൊക്കെയോ പഠിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. ഭഗവാന്റെ ചൈതന്യം തുടിക്കുന്നത് നമ്മൾ അറിയുന്നു. ഇതൊരു വലിയ ഭാഗ്യമല്ലേ? അല്ല, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ക്ഷേത്രമുറ്റത്ത് ഇവിടെ ഈശ്വരന്റെ ചൈതന്യത്തിൽ നമ്മൾ ഇരുന്നിട്ടാണ് പറയുന്നത്. നമ്മളിപ്പോ ഒന്നിപ്പിച്ചൊരു ശക്തിയുണ്ട്. ഇപ്പൊ ഞാൻ അതാണ് തുടക്കത്തിൽ ആലോചിച്ച്, ഇത്ര ദൂരെന്ന് എന്നിവിടെ കൊണ്ടുവരുത്തിയത് എന്തിനായിരിക്കും? ഭഗവാൻ പറയുന്നു, മയാ പ്രോതമിതം സർവം സൂത്രേ മണികനായുവ. ഇതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. എല്ലാവരെയും ചേർത്ത് കൊണ്ടൊരു ചരടായി, സൂത്രമായിട്ട് ഞാനിരിക്കുന്നു, ഭഗവത് ചൈതന്യം ഇരിക്കുന്നു. നമ്മളെല്ലാം ഒന്നിപ്പിച്ച ഒരു ശ്രീരാമ ചൈതന്യമുണ്ട്. ഭഗവാന്റെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ പരസ്പരം വിനിമയം ചെയ്യാനുമായിട്ടുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ഇത് ഭഗവാന്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താണ്? ഋഷിമാര് നമ്മളോട് പറയുന്നു, ഒരാളൊരു അവതാരം ഉദ്ദേശിച്ച് ഇറങ്ങി തിരിച്ചാൽ, അവതാരം വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം രൂപപ്പെട്ടു വരലാണ്. ഇപ്പോൾ രമേഷ് പറഞ്ഞതുപോലെ മലയാളികളായ 3 ആളുടെ പേര് പറഞ്ഞു. അവർ ജനിച്ചപ്പോഴൊന്നും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല അവർ ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയോ വന്ന് ആ റോളിൽ അവർ എത്തിപ്പെട്ടു, അവരത് പൂർണ്ണമാക്കി. ഇങ്ങനെയാണ് അവതാരങ്ങൾ സംഭവിക്കുന്നത്.
നമ്മൾക്കൊന്നും അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മളുടെ ഓരോ കർമ്മവും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഈ സൃഷ്ടിയുടെ സമതുലിതാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. സൃഷ്ടിയുടെ സമതുലിതാവസ്ഥയെ ഇല്ലാതെയാവുന്നതിനാണ് നമ്മൾ അധർമ്മം എന്ന് പറയുന്നത്. ധർമ്മത്തിന്റെ അർത്ഥം എന്താണ്? എന്താണോ നമ്മളെ ധരിച്ചിരിക്കുന്നത്, നമ്മളെ നിലനിർത്തുന്നത്, അതാണ് ധർമ്മം. അപ്പോൾ നമ്മളെ നശിപ്പിക്കുന്നത് അധർമ്മം. ഇപ്പൊ സൃഷ്ടിയുടെ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഓരോ കർമ്മവും മാറുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ അവതാര സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇതൊന്നും നമ്മൾ ഇടയ്ക്ക് ഓർമ്മിക്കണം. ഇതാണ് തുടക്കത്തിൽ ഒന്ന് ധ്യാനിക്കുക എന്ന് പറഞ്ഞത്. നമ്മൾ ഓർമ്മിക്കില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അങ്ങനെയല്ല, അറിഞ്ഞോ അറിയാതെയോ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വന്നു ചേരാനുണ്ട്. ഭഗവാൻ നമ്മളെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അങ്ങനെ പറയാൻ പറ്റും. ട്രെയിനിങ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം തരും, അത് ചെയ്യുന്നുണ്ടോ, കുറച്ചുകൂടി വലിയ കാര്യം, കുറച്ചും കൂടി വലിയ കാര്യം. ഇങ്ങനെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മളെ തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ എപ്പോഴും മനസ്സിൽ കാണണം. ശ്രീരാമൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അധ്യാത്മ രാമായണം, ഇവിടെ രാമായണം വായിക്കുന്നവരുണ്ടോ? ആരൊക്കെ കൈ കൊണ്ടിരിക്കാൻ പറ്റും? എത്ര ആള് രാമായണം വായിക്കുന്നുണ്ട്? 1, 2, 3, 4. നമുക്ക് കൈ പൊക്കാൻ കൂടി മടിയാണ്. ഇത്രേ പൊട്ടിയിട്ടുള്ളൂ, 5 ആളോ പൊട്ടിയുള്ളൂ. ഈ പൊങ്ങിയ കൈ ഒന്നുകൂടി പൊക്കാൻ പറ്റുമോ? കുറച്ച്. ഇതാണ് നമ്മളുടെ പ്രശ്നം. നമ്മളുടെ കൈ ഇത്ര പൊക്കാൻ പറ്റും നമുക്ക്, പക്ഷെ ഇത്രയും പൊക്കാൻ പറ്റും. ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യത്യാസം. ഇതാണ് ധർമ്മ സംസ്ഥാപനം. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവിനെ പൂർണ്ണമായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ മതി. ഇതൊക്കെ മതി എന്ന് പറയുമ്പോൾ നമ്മൾ തളരും. ഇത് പോരാ, ദൈവം എനിക്ക് ഇത്ര തന്നിട്ടുണ്ട്, ഇത് പൂർണ്ണമായി ഞാൻ ഉപയോഗിക്കുമ്പോൾ ദൈവം കൂടുതൽ തരും. ദൈവത്തിന്റെ സങ്കല്പത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ, ഊർജ്ജത്തിനെ, ശക്തിയെ ഞാൻ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ ദൈവികമായ കാര്യത്തിന് വേണ്ടി? ഹനുമാൻ ലങ്കയിലേക്ക് ചാടുമ്പോൾ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു? ഹനുമാൻ എന്താ പറഞ്ഞു? ഭഗവാന്റെ കാര്യത്തിനായിട്ട് പോകുന്നു. എവിടെ നിന്നിട്ടില്ല. അർജുനോട് ഭഗവാൻ പറയുന്നു, നീ യുദ്ധം ചെയ്യൂ, ഞാനാണ് മാമനുസ്മര യുദ്ധജ, എന്നെ ഓർമ്മിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ. അവിടെ യുദ്ധം മോക്ഷത്തിനുള്ള മാർഗമായിട്ട് മാറി. ഇതാണ് നമുക്ക് ഈ ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ഈ ശ്രീരാമ ചൈതന്യത്തെ കുറിച്ച് പറയുന്നു അയോധ്യ രാമായണത്തിൽ, അധ്യാത്മ രാമായണം ബാലകാന്ഡം. അവിടെ സീതാദേവി ഹനുമാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. അല്ല, നമ്മൾ സാധാരണ കർക്കിടക മാസത്തിൽ ഒരു പ്രൊജക്ട് പോലെ വായിച്ചു പോകും രാമായണം. 1 മാസം കൊണ്ട് തീർക്കണം. ഞാൻ രാമായണം ഇന്ന കാണ്ട അവസാനത്തെ ഒരു 15 പേജ് വായിക്കാം, ഇന്ന് എങ്ങനെയെങ്കിലും വായിച്ചു തീർക്കണം. ഇങ്ങനെ കർക്കിടക മാസത്തിൽ മാത്രം വായിക്കുന്ന ഒരു പുസ്തകമായിട്ട് മാറി രാമായണം. അങ്ങനെയല്ല. രാമായണം നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട തത്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതൊരു തപസ്സാണ്. അതിൽ സീതാദേവി ഹനുമാന് കൊടുക്കുന്ന ഉപദേശമുണ്ട്, ശ്രീരാമൻ ആരാണ് എന്ന്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു വായിക്കണം. അവിടെ ശ്രീരാമനെ പരമാത്മ ചൈതന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷിയാണ്, നിഷ്ക്രിയനാണ്, എങ്ങും നിറഞ്ഞ പരമാത്മ ചൈതന്യമാണ് ശ്രീരാമൻ. ഞാൻ മൂലപ്രകൃതിയാകുന്നു സീതാദേവി, ഞാനാണ് എല്ലാം ചെയ്യുന്നത്. പരമാത്മ സാന്നിധ്യത്തിൽ ഞാനാകുന്നു എല്ലാം ചെയ്യുന്നത്. നമ്മൾ ശ്രീരാമനെ കാണുമ്പോൾ ഒരു ശ്രീരാമൻ അമ്പുമില്ലും എന്തിയ ശ്രീരാമൻ, ആ രൂപമല്ല നമ്മൾ കാണുന്നത്. ആ രൂപത്തിലൂടെ പരമാത്മ ചൈതന്യത്തിന് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കണം. ഈ കാണുന്നതെല്ലാം എന്തിൽ നിന്നുണ്ടായി, എന്തിൽ നിലനിന്നു, എന്തിലേക്ക് ലയിക്കുന്നുവോ അതാണ് പരമാത്മ ചൈതന്യം. തൈത്തിരീയ ഉപനിഷത്ത് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്താണ് ബ്രഹ്മം, പറഞ്ഞു തരൂ. ഗുരു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഈ കാണുന്നതെല്ലാം എന്തിൽ നിന്നുണ്ടായി, എന്തിൽ നിലനിന്നു, എന്തിലേക്ക് ലയിക്കുന്നുവോ അത് പരമാത്മ ചൈതന്യം, ബ്രഹ്മം. ഈ ബ്രഹ്മമാണ് ശ്രീരാമൻ. നമ്മളിവിടെ പുരുഷ സൂക്തം എല്ലാം കേട്ടിട്ടുണ്ടാവും. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യരിഷ്ടദശാങ്കുലം. ഇങ്ങനെ പുരുഷ സൂക്തം പോകും. അതിൽ പറയുന്നു പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന് പറയുന്നു. ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ ഏതൊരു ചൈതന്യത്തിന്റെ അംശമാണോ, ഏതൊരു ചൈതന്യമാണോ സൃഷ്ടിയാവാതെ പൂർണ്ണമായിരിക്കുന്നത്, ആ അംശം, ആ ചൈതന്യമാകുന്നു പുരുഷൻ എന്ന് പറയും. പുരുഷൻ എന്ന് പറഞ്ഞ മെയിൽ, ആണ് എന്ന അർത്ഥത്തിലല്ല പറഞ്ഞു. പുരുഷനും പ്രകൃതിയും സാങ്ക്യ സിദ്ധാന്തമാണ്. നമ്മുടെ ദർശനങ്ങളിൽ സാങ്ക്യ ദർശനമാണ് പുരുഷനും പ്രകൃതിയും എന്ന് പറയുക. ഇതിൽ ഈ പുരുഷ ചൈതന്യമാണ് ശ്രീരാമൻ.
അപ്പോൾ നമ്മളെല്ലാം ഉണ്ടായതും നിലനിൽക്കുന്നതും തിരിച്ചു ലയിക്കേണ്ടതും ഏതൊരു ചൈതന്യമാണോ ആ ചൈതന്യമാണ് ശ്രീരാമ ചൈതന്യം. ആ ഭഗവാന്റെ ബാലരൂപമാണ് ശ്രീരാമ ലല്ല അല്ലെ, ഇവിടുത്തെ ആൾക്കാരുടെ ഭാഷ പറഞ്ഞ ആ വിധത്തിൽ അവിടെ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ അവിടെ പ്രതിഷ്ഠ കണ്ടു, വിഗ്രഹം കണ്ടു, തൊഴുതു, അങ്ങനെയല്ല. വിവരമില്ലാത്തവർ പലതും പറയും. ഒരു മതസ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഇത്രയും വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. വിവരമില്ലാത്തവർ പലതും പറയും. ഈ വിവരം, ആധ്യാത്മിക ജ്ഞാനം വളരെ അപൂർവ ആൾക്കാർക്കേ കിട്ടുള്ളൂ. അതിനൊക്കെ യോഗം സിദ്ധിച്ചവരാണ് നമ്മൾ. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ്, ഒരു പൂർവ്വ പുണ്യം മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ ഭഗവത് സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കാൻ തോന്നില്ല. വെറുതെയല്ല, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മളത് ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഭഗവാൻ പറഞ്ഞത്, ആ മനുസ്മര വ്യത്യാസം. നീ എന്തൊരു ജീവിത കർമ്മം ചെയ്യുമ്പോഴും എന്നെ ഓർമ്മിച്ചുകൊണ്ട് ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നത് ഇതിനു വേണ്ടിയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഈ ശ്രീരാമ ചൈതന്യത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും തിരിച്ചു ലയിക്കേണ്ടതും ശ്രീരാമനിലേക്കാണ്, പരമാത്മ ചൈതന്യത്തിലേക്കാണ്. ഇത് നമുക്ക് എപ്പോഴും ഓർമ്മ വരണം. അല്ലാതെ നമ്മൾ ഈ ആചാരത്തിന്റെ ഭാഗമായിട്ട് പൂജകൾ ചെയ്യും, ആരാധനകൾ ചെയ്യും, ഗ്രന്ഥങ്ങൾ വായിക്കും, സ്വാധ്യായം ചെയ്യും, എല്ലാം വേണ്ടതാണ്. ഒന്നും വേണ്ട പറഞ്ഞിട്ടില്ല. നമ്മുടെ ശാസ്ത്രം എന്താ പറഞ്ഞത്? സകല കർമ്മങ്ങളും ചിത്തശുദ്ധിക്കായിക്കൊണ്ട് മാറ്റണം, കർമ്മയോഗമാക്കി മാറ്റണം. അപ്പോഴാണ് ആത്മജ്ഞാനം തെളിയുക. നമ്മുടെ ഉള്ളിൽ ഈശ്വര ഭക്തി കൂടി കൂടി വരികയുള്ളൂ. ഓരോ കഥകൾക്ക് പിന്നിലും ഓരോ തത്വം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ക്ഷേത്രത്തിന് വലം വെക്കുന്ന എന്തിനാണ് വിളക്ക് വെക്കുന്നത്? ക്ഷേത്രം എന്താണ്? അല്ലെ, ഭഗവത്ഗീതയിൽ പറയും ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ക്ഷേത്രം എന്താണ്? ശരീരമാകുന്നു. ക്ഷേത്രജ്ഞൻ ആരാണ്? ജീവഭാവത്തിലിരിക്കുന്ന ആത്മാവാകുന്നു. ഇതിനെ രണ്ടിനെയും അറിയുന്ന ആൾ യഥാർത്ഥ ജ്ഞാനിയാകുന്നു. ഇതാണ് പറഞ്ഞത്. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള സ്ഥാപനമാണ്. അവിടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക കേന്ദ്രം, സാംസ്കാരിക കേന്ദ്രം, എല്ലാവരും ഒത്തുകൂടാനുള്ള സ്ഥലം, പരസ്പരം മനസ്സ് ഒന്നിക്കാനുള്ള സ്ഥലം, സംഘച്ചത്വം, സംവദത്വം. നമുക്ക് ഐകമത്യ സൂക്തം പറഞ്ഞു തരുന്നു. മനസ്സുകളും ശരീരവും ഒന്നായിട്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. ഈ ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയതിന്റെ പരിപൂർണതയാണ് നമ്മൾ കണ്ടത്. 500 കൊല്ലത്തോളമുള്ള ഒരു തപസ്. ഓരോ തലമുറയും മാറി മാറി വരുമ്പോൾ ഏറ്റെടുത്ത് നടത്തിയ തപസ്. ആരും തളർന്നിട്ടില്ല. എത്രയോ ആൾക്കാരോട് ജീവൻ സമർപ്പിച്ചു. എന്തിനു വേണ്ടി? ശ്രീരാമന് വേണ്ടി. അവർക്കറിയാം ഇത് വേണം. ശ്രീരാമതത്വം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ധർമ്മത്തിന്റെ മർമ്മമാണ്, ഓങ്കാര സ്വരൂപമാണ്. ഈ ഓങ്കാര സ്വരൂപത്തിന്റെ സൃഷ്ടി, അതിനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനെ ഓർമ്മിക്കാൻ നമുക്കൊരു കേന്ദ്രം ആവശ്യമാണ്. ആ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എന്ന് ഞാൻ സാധാരണക്കാരന്റെ ഭാഷയെ പറയാണ്. പക്ഷെ അതിനെ ചൈതന്യവത്താക്കിയ ദിവസമാണ്. എത്ര സുഖമുണ്ട് ഒന്ന് ആലോചിക്കുന്നത്. അത് ടി വിയിലില്ല, അല്ലെങ്കിൽ ലൈവ് ഞാൻ കണ്ടു. പക്ഷെ മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ അല്ലായിരുന്നു, അയോധ്യയിലല്ലായിരുന്നു. അല്ലെ, നമുക്ക് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഓഫീസിൽ പോയിരുന്ന് ആലോചിച്ചപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. അന്ന് ശ്രീരാമ ജന്മഭൂമിയുടെ പ്രക്ഷോഭമെല്ലാം അങ്ങനെ കത്തിക്കാളുന്ന ഒരു സമയം. അന്ന് എൻ്റെ ഓഫീസിലെ ബോസ്, അറിയാമെന്നറിയാം, ഞാൻ ഇന്ത്യൻ നേവിയിലാണ്, പട്ടാളത്തിലാണ്. അവിടെ എൻ്റെ ഓഫീസിലെ ഒരു ബോസ് മലയാളിയാണ്, തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം എൻ്റെ സീനിയർ ഓഫീസറോട് അന്ന് ജയ് ശ്രീരാം എന്ന് പറഞ്ഞ ഒരു പട്ടാളത്തിന്റെ ഓഫീസിൽ പറഞ്ഞത് കാരണം അത് സസ്പെൻഷനായി. ഇവിടെ മതം പറയാൻ പാടില്ലാത്ത സ്ഥലമാണ്, ഇവിടെ പറയാൻ പാടില്ല. സസ്പെൻഷൻ അദ്ദേഹം ഏറ്റുവാങ്ങി. കുറച്ച് സർവീസിന് ആവുന്നു, പിന്നെ തിരിച്ചെടുത്തു. പക്ഷെ ഇന്ന് അതേ ഓഫീസിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം ജയ് ഹിന്ദ് പറഞ്ഞിട്ടില്ലെന്ന്, ജയ് ശ്രീരാം. അത് ഇതാണ് മാറ്റം. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ജന്മസ്ഥാനത്ത് ഒരു വിളക്ക് തെളിയുമ്പോൾ, ഒരു പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ 2 വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് തളർന്ന ഹിന്ദുവിനെയും ഒന്ന് വളർന്ന ഹിന്ദുവിനെയും. ഹിന്ദു തളർന്നിരുന്നപ്പോൾ മതേതരത്വത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, റിസർവേഷന്റെ പേരിൽ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു. ഒന്നും നമുക്ക് ഒതുക്കാനുള്ള ഒരു അവസരം തന്നതേയില്ല. അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവാന്റെ സങ്കല്പത്തിന്റെ ഭാഗമായി അവിടെ ചൈതന്യം വന്നപ്പോൾ ആരെതിർത്തു പറഞ്ഞു? അവര് ജയ് ശ്രീരാം പറയും. പറഞ്ഞേ പറ്റും, അവരെ കൊണ്ട് പറയിപ്പിക്കും. കാരണം ധർമ്മ സംസ്ഥാപനം എന്നത് പ്രകൃതിയുടെ തീരുമാനമാണെന്ന് നടത്തും. ഒരു സിസ്റ്റം എപ്പോഴെല്ലാം ബാലൻസ് തെറ്റുന്നു, അത് ഫിസിക്സിന്റെ തിയറിയാണ്.
എപ്പോഴെല്ലാം ഒരു സിസ്റ്റത്തിന്റെ ബാലൻസ് ഇല്ലാതെയാവുന്നുവോ ആ സിസ്റ്റം സ്വയം അത് വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എടുത്തേ പറ്റും. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം. ഞാൻ സ്വയം അത് ചെയ്തെടുക്കുമെന്നോ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഭാഗമാവുന്നു നമ്മളെല്ലാവരും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. തളർന്നുപോയി നശിച്ചുപോയി എന്ന് പറഞ്ഞ ഒരു ചൈതന്യം വീണ്ടും വീണ്ടും ഉയർന്നു. ഇന്ന് ആർക്ക് എതിർക്കാൻ പറ്റും? ചരിത്രത്തിൽ എഴുതുന്ന ദിവസം അതിന് സാക്ഷിയായ നമ്മൾ അതിന്റെ ഏതെങ്കിലും വിധത്തിലൊക്കെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ദക്ഷിണ കൊടുത്തയച്ചിട്ടോ ഇല്ലെങ്കിൽ കർഷകർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടെങ്കിലും നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഒരാൾക്കില്ല പറയാൻ പറ്റില്ല. ശരിയല്ലേ പറഞ്ഞേ? നമ്മൾ വീട്ടിലിരിക്കും ഇതൊക്കെ ആലോചിക്കണ്ടേ? അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി, പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തും. നമുക്കതൊന്നും പ്രശ്നമല്ല. അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ചിന്തയാണ്. എന്റെ സംഭാവന എന്തായിരുന്നു ഇതിലേക്ക്? ഇനി ഞാൻ എന്ത് ചെയ്യണം? അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി ഇങ്ങനൊരു ചരിത്രം ആവർത്തിക്കാൻ പാടില്ല. അവിടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നെങ്കിൽ അത് കാലാകാലമായി സൃഷ്ടി എത്രത്തോളം കാലമുണ്ടോ അത്രത്തോളം കാലം ഈ അയോധ്യയിലെ ക്ഷേത്രത്തിന് ഒരു നാശവും സംഭവിക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. ഈ ഒരു ദൃഢപ്രതിജ്ഞ നമ്മുടെ ഉള്ളിൽ വേണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നിന്റെ ജീവനല്ല എനിക്ക് പ്രശ്നം, എൻ്റെ രാമഭഗവാനാണ്. ആ രാമഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു നിന്റെ ജീവിതം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഭാരതത്തിന്റെ ആത്മാവാണ് ശ്രീരാമൻ. നമ്മൾ രാമായണം വായിക്കുമ്പോഴൊക്കെ അറിയാം, എന്ന് നമ്മൾക്ക് അത് നഷ്ടപ്പെടുന്നുവോ അന്ന് തളരും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, രാഷ്ട്രീയസ്ഥിതി ഒക്കെ ചോദിച്ചാൽ അറിയാം ഈ ഒരു ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ഭഗവാൻ ഒരിക്കലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് അവിടെ വന്നിരിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പരിതസ്ഥിതികൾ മാറുകയായി. രാഷ്ട്രീയമായ സംഭവ വികാസങ്ങൾ, രാഷ്ട്രീയമായ മാറ്റം, നിയമപരമായ മാറ്റം, എന്തെല്ലാം കാലാവസ്ഥ മാറി, പ്രകൃതി മാറി, നമ്മൾ ഓരോരുത്തരും തയ്യാറായി. എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു. ഓരോ കർഷകർ അനുഭവിച്ച ത്യാഗം അറിയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. നമുക്ക് ഞാൻ എന്താ ഇരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ഞാൻ ചെറുതെങ്കിൽ ചെറുത്, അണ്ണാരക്കണ്ണൻ ചെയ്തതുപോലെ ചെറുതെങ്കിൽ ചെറുത് ഞാൻ ചെയ്യട്ടെ. ആ ഒരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റും. മോട്ടിവേഷൻ നമ്മുടെ ഇടയ്ക്ക് തളർന്നു പോകും. ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിലൊരു അഗ്നി ജ്വലിക്കുകയാണ്. ആ അഗ്നിയാണ് പിന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭഗവാന് വേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയം, ഭഗവാന് വേണ്ടി തുടിക്കുന്ന ഹൃദയം, അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇന്നത്തെ ദിവസം നമ്മൾ എന്തോ ചെയ്തു എന്നാൽ ഇന്നത്തെ ദിവസം വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് തളരാതെ നോക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം. ഹൈന്ദവ ധർമ്മം ഒരിക്കലും താഴെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഈ ഭഗവത് സന്നിധിയിൽ ഇരുന്ന് നമ്മൾ ഹൃദയം തൊട്ട് ഇന്നൊരു പ്രതിജ്ഞ ചെയ്യണം. ഞാൻ ഭഗവത് സന്നിധി എന്ന് പറഞ്ഞ ക്ഷേത്രം, ഹൈന്ദവ ധർമ്മം നിലനിൽക്കുന്നത് ഹൈന്ദവ ആചാരങ്ങളിലാണ്. ഈ ആചാരത്തിനെ നിലനിർത്തുന്ന ക്ഷേത്രങ്ങളാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, നമുക്ക് ഒത്തുകൂടാനുള്ള സ്ഥലമാണ്. ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ. എന്തിനാ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്? ഈശ്വര ചൈതന്യം 64 കലകളായിട്ട് പിരിഞ്ഞതാണ്. സംഗീതവും നൃത്തവും ഭാഷണം എല്ലാം ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. ഒരു നൃത്തം കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കാറുണ്ട്, ഞാൻ നൃത്തമാണോ കാണുന്നത്, നർത്തകനെയാണോ കാണുന്നത്? വേദാന്തത്തിന്റെ ചോദ്യമാണ്. ഒന്നും തിരിഞ്ഞ് വേറെ ഒന്നുമില്ല. ശ്രീരാമന്റെ പിന്നിൽ സീതയില്ല. പക്ഷെ സീതയെ ഉപേക്ഷിച്ചില്ലേ, കാട്ടിൽ ഉപേക്ഷിച്ചില്ലേ, അഗ്നിയിൽ ഉപേക്ഷിച്ചില്ലേ? അറിയില്ലാത്തവർ പറയും. താത്വികമായിട്ട് ചിന്തിക്കാൻ അറിയാത്തവർക്കെല്ലാം പറയും. നമ്മൾക്ക് തന്നിരിക്കുന്ന സൂക്ഷ്മ ബുദ്ധിയാണ്. സാധാരണക്കാരന് ഇത് മനസ്സിലാവില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് ഗുരുനാഥന്മാർ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കും. അവർ ആ സന്നിധിയിൽ പോയിരിക്കണം. ഹനുമാൻ പോലും സീതാദേവിയോട് ഉപദേശങ്ങൾ ചോദിച്ചു. സീതാദേവി ഗുരുവാണ് അന്നേരം. നചികേതസ് കൊച്ചുകുട്ടിയാണ്. കേട്ടിട്ടുണ്ടോ കഥ? കഠോപനിഷത്തിലെ കഥ. നചികേതസ് യമരാജന്റെ അടുത്ത് പോയിട്ടാണ് ധർമ്മോപദേശം, ആത്മോപദേശം ചോദിക്കുന്നത്. ആ ആലോചിച്ച് നോക്കൂ, ചെറിയ കുട്ടി. ഈ 9 വയസ്സായ കുട്ടിയുടെ മുന്നിൽ യമധർമ്മം നമസ്കരിച്ചു. എത്ര വലിയാണ്! ഇതാണ് നമ്മുടെ സംസ്കാരം, പരസ്പരം ആദരിക്കാനുള്ളത്. പല ക്ഷേത്ര കമ്മിറ്റികളിലും പോകുമ്പോൾ അവർ പറയും, സാറെ ഇവിടെ എന്നും അടിയാണ്. പ്രത്യേകിച്ചും പാനലുകളൊക്കെ മാറി വരുന്ന സമയത്ത് ഞങ്ങൾ സാധാരണ അവരോട് പറയും, നോക്കൂ, ഇതെല്ലാം 2 സംസ്കാരം, 2 വഴിക്ക് ചിന്തിക്കുന്നവർ ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണ് ഇവിടെ. 2 നദികൾ ഒന്നിച്ചു കൂടുന്നിടത്ത് കലക്കുണ്ടാവണം. അത് പ്രകൃതി നിയമമാണ്. പക്ഷെ കുറച്ചു ദൂരം അവര് ഈ കലക്ക് ഒഴുകി കഴിഞ്ഞാൽ അത് തെളിയും. 2 നദിയുടെ ശക്തിയാണ് പിന്നെ.
അവിടെ നമ്മൾ രാഷ്ട്രീയം പൊളിറ്റിക്സ് അല്ല പറയാം. കമ്മിറ്റികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് എവിടെയെല്ലാം ഒന്നിച്ചു നിൽക്കാൻ പറ്റും, അതാണ് ഒരുമിച്ചുള്ള ഒഴുക്ക്. അതിൽ ബാക്കി കലക്കുകൾ ഇല്ലാതെയോ. ഈ ഒരു ഐക്യമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഐക്യത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം ഉപേക്ഷിക്കണം? എന്തൊക്കെയാണോ അനൈക്യത്തിന് കാരണമാകുന്നത് അതാണ് ഉപേക്ഷിക്കേണ്ടത്. ഒരുപാട് ചിന്തിക്കാനുണ്ട്, നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. നമ്മൾ വന്നു പൂജിച്ചു, പണിയടിച്ചു, പ്രസാദം വാങ്ങി, വഴിപാട് ചെയ്ത് പോയി, ഇങ്ങനെയല്ല. അത് തുടക്കമാണ്. എന്റെ ജീവിതത്തിന് ഇത്രയും കാലം ഞാൻ ഈ ഭൂമിയിൽ വന്നു നിന്നു ജീവിച്ചു, ഇനി എത്ര കാലം ബാക്കിയുണ്ട് എന്നറിയില്ല. നമ്മളൊന്ന് മണിക്കൂർ കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം എന്ന് പറഞ്ഞ 24 മണിക്കൂറാണ് എല്ലാവർക്കും. 24 × 30 ഒരു മാസം എത്ര മണിക്കൂർ കിട്ടുന്നറിയാം. ഇതിന് നമ്മൾ 100 വർഷം നമ്മൾ ജീവിച്ചു എന്ന് തന്നെ വിചാരിക്കാം. നമ്മൾ ആകെ കൂടി 8,77,660 മണിക്കൂറാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. 100 വർഷം വരെ പൂർണ്ണമായി ജീവിച്ചു. ഇത്രയും മണിക്കൂറേ നമ്മളിവിടെ ഉള്ളൂ. ഇതിന്റെ 1/3 ഭാഗം സുഷുപ്തിയിൽ തീർന്നു, ഉറങ്ങി തീർന്നു. ബാക്കി 2/3 ഭാഗമുള്ളൂ. 2/3 ഭാഗത്തിന്റെ പകുതി സ്വപ്നത്തിൽ തീർന്നു. 1/3 മാത്രമാണ് നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രം. ഇതിനിടയ്ക്ക് ചെറിയ ശരീരം വന്നു, വീർത്തു, വലുതായി, ക്ഷീണിച്ചു, കഴിഞ്ഞു. ഞാൻ ഈ ഭൂമിക്ക് എന്ത് നൽകി? ഇവിടെ നിന്ന് ഞാൻ ശ്വാസം എടുത്തു, വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു. ഞാൻ ഈ ഭൂമി മാതാവിന് എന്ത് നൽകി? ഭൂമിക്ക് നമ്മൾ നൽകാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ധർമ്മം നിലനിർത്തുക എന്നുള്ളത്. അതാണ് എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചു, ഭൂമി ദേവി മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി എന്ന് പറയുന്നത്. അവതാരങ്ങൾ ഉണ്ടാവുന്നു. മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും ഒക്കെ അതിന്റെ ഭാഗമാണ്. രാമായണം നമുക്ക് കാണിച്ചു തരുന്നില്ല. രാമായണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നതാണ് രാമനാമം ജപിച്ചുകൊണ്ട് പോകുന്നത്. രാമനാമത്തിന്റെ ശക്തി. ശ്രീരാമ രാമ രാമി രമേ രാമേ മനോരമേ രാമനാമ എന്താണ് പറയുക, സഹസ്രനാമ തത്വല്യം രാമനാമ വരാൻ. സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം. 2 അക്ഷരമുള്ളൂ. ഇത് സഹസ്രനാമം. 1000 നാമങ്ങൾക്ക്, 1000 എന്ന് പറഞ്ഞാൽ എണ്ണം എന്നല്ല അർത്ഥം. 1000 സഹസ്രം കോടി എന്നൊക്കെ പറയുമ്പോൾ അനന്തം എന്നാണ് അർത്ഥം. എന്തെല്ലാം പേരിൽ ഏതെല്ലാം പേരിൽ നമ്മൾ ഈ രൂപങ്ങൾ കാണുന്നുവോ അതെല്ലാം ഭഗവാന്റെ രൂപം തന്നെ. അത് മനസ്സിലാക്കുന്നതിന് തുല്യമാണ് രാമനാമ. ആരാ പറയുന്നത്? നാരദനും വാൽമീകി പറഞ്ഞു കൊടുക്കും. ആര് പറയുന്നത്? എന്താ പറയുന്നത്? പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന പരമശിവൻ പോലും രാമനാമം ജപിക്കുന്നു എന്നാണ്. അതാണ് രാമനാമത്തിന്റെ മഹാത്മ്യം. വെറും 2 അക്ഷരമല്ലത്. ഈ പരമശിവൻ ശിവചൈതന്യമായിട്ട് ഹനുമൻ രൂപത്തിൽ വന്ന് ഭഗവാനെ സേവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പവർഫുൾ ആണ് മന്ത്രം. ഭഗവാന്റെ ദാസനാവാൻ ചെയ്യാതെ അവിടെ നിന്നിട്ട് ഭഗവാൻ പറയുന്നു, രാമദാസനായ ഹനുമാൻ ഭഗവാനായിട്ട് മാറി. നമ്മൾ ഹനുമാനെ പൂജിക്കും. വിവരമില്ലാത്തൊരു മങ്കി ഗോഡ് എന്ന് പറയും, വിവരമുള്ളതെന്ന് പറയും. ഹനുമാനെ പൂജിച്ച ശ്രീരാമന് സന്തോഷവും അല്ലേ? ഹനുമാൻ പറയുന്നു, ദാസഭാവത്തിലിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ദേഹഭാവത്തിലിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ദാസനും, ജീവഭാവത്തിലിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ അംശവും, ആത്മഭാവത്തിലിരിക്കുമ്പോൾ ഞാനും അവിടുന്ന് ഒന്ന് തന്നെ. ഇതാണ് ഹനുമാന്റെ സ്റ്റേജ്. രാമഭക്തന്മാരെല്ലാവരും ഹനുമാന്മാർ. നമ്മൾ ശ്രീരാമഭക്തനാണ്. ആർക്ക് പറയാൻ പറ്റും ഞാൻ ശ്രീരാമഭക്തനാണ്? ആർക്ക് പറയാൻ പറ്റും? ആദ്യം കൈ ഉയരുന്നത്. ഇത്രയൊക്കെ ഞാൻ ശ്രീരാമനെ കുറിച്ച് പറഞ്ഞു. ധൈര്യത്തോടുകൂടി പറയാൻ പറ്റുന്ന അറിയണം ഞാൻ ശ്രീരാമഭക്തനാണ്? ഒരാൾ. ഇപ്പോഴും നടുഭാഗത്ത് കുറച്ച് കൈ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ കൈ പൊന്തിക്കാനുള്ളതാണ്, കർമ്മം ചെയ്യാനുള്ള. ശ്രീരാമന്റെ കയ്യിൽ അമ്പും വില്ലും ഉണ്ട്. ശ്രീരാമന്റെ ഒരു സങ്കല്പം പോലെ ഇതെല്ലാം നശിപ്പിക്കാൻ. എന്തിനാ ഈ അമ്പും വില്ലും? ഭഗവാന്റെ കയ്യിൽ എന്തിനാണ് അമ്പും വില്ലും? കർമ്മം ചെയ്യൂ. നമ്മളോട് പറയാം, ഭഗവാൻ വേണമെങ്കിൽ എല്ലാം ചെയ്യാം. എല്ലാവർക്കും കർമ്മം ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. വാനരന്മാർക്ക് അവരുടെ ഉത്തരവാദിത്തം, ഹനുമാൻ അവരുടെ ഉത്തരവാദിത്തം, അണ്ണാറ് കണ്ണന് പോലും. നമ്മൾക്ക് ഉത്തരവാദിത്തം ചെയ്യാൻ തയ്യാറുണ്ടോ? സ്വയം ചോദിക്കൂ. ഈ പൊങ്ങാത്ത കൈകളോടാണ് ഞാൻ ചോദിക്കുന്നത്.
അമ്മമാര് പറഞ്ഞു കല്യാണം, ഞാനൊരു അനുഭവം പറഞ്ഞു. കല്യാൺ ക്ഷേത്രത്തിനോട് സമീപിക്കുന്ന അവിടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അമൃത ജ്യോതി ഡിവൈൻ സൊസൈറ്റി 15 വർഷം തന്നെ വളരെ യാദൃച്ഛികമായിട്ട് കുറച്ച് കുട്ടികളെ കുറിച്ച് ഭഗവത്ഗീത പറയാൻ തുടങ്ങിയതാണ്. അതിന്ന് വളർന്ന കല്യാൺ ഡോംബിയിൽ ഒരുപാട് ബ്രാഞ്ചായിട്ട് വളർന്നിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ മന്ത്രം ചെല്ലാൻ തുടങ്ങിയപ്പോൾ കുറെ ആൾക്കാർ കയറി വന്നു. അവിടെ ഹിന്ദുവിന്റെ കാലാൾപ്പട എന്ന് പറയുന്ന ഒരു സൈന്യമാണ് കയറി വന്നു. ഇതിവിടെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു എന്റെ വീടിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഞാനാ തീരുമാനിക്കും. നമുക്ക് പറയാൻ സാധിക്കണം, എനിക്ക് ഉറപ്പാണ് ഞാൻ ഈശ്വരന്റെ കാര്യമാണ് ചെയ്യുന്നത്, അത് നടക്കും. ഈ പറഞ്ഞവരുടെ മക്കൾ ബാലകേന്ദ്രയിൽ വരാൻ തുടങ്ങി. അവർ സ്റ്റേജിൽ ഇരുന്ന് ഭഗവത്ഗീത പറയാൻ തുടങ്ങി. അതിലപ്പുറം അവിടുത്തെ അമ്മമാര് വേദമന്ത്രങ്ങൾ പഠിക്കാൻ തുടങ്ങി. അന്ന് എതിർപ്പുണ്ടായിരുന്നു, സ്ത്രീകൾ വേദമന്ത്രങ്ങൾ ചെല്ലാൻ പാടില്ല. നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ട് അമൃത ജ്യോതി ചാനൽ നോക്കിയാൽ അതിൽ അമ്മമാര് പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ദുർഗാ സൂക്തം, മേധാ സൂക്തം, നാരായണ സൂക്തം, ഇങ്ങനെ സൂക്തങ്ങൾ ചൊല്ലുന്നത്. ഗണപതി അകർവ ശേഷം മുതൽ അമ്മമാര്, നമ്മളെ അമ്മമാര് ചെയ്യുന്ന കാര്യം പറയില്ല. അവരും വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ വേദം പഠിക്കാൻ മാറ്റി വെക്കും. ഇന്ന് കല്യാണ ഡോംബിയിലുള്ള അമ്മമാര്, അമൃത ജ്യോതി മാതൃസമിതിയിലെ അമ്മമാര് അവരെ മന്ത്രം ചെല്ലാൻ വിളിച്ചു കൊണ്ടുപോകും. മറ്റു സംഘടനകൾ വിളക്കെത്തിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വരും. നമ്മൾ തിരുവാതിര കളിക്കും, ഭരതനാട്യത്തിനൊക്കെ സമയം കാണുന്നുണ്ട്. നാരായണീയം പഠിക്കാൻ പോകുന്നുണ്ട്, ഭാഗവതം പഠിക്കാൻ പോകുന്നുണ്ട്. ഇത്തിരി മന്ത്രങ്ങൾ കൂടി പഠിച്ചൂടെ? ഈ മന്ത്രപഠനം ശ്രീരാമ പൂജയാണ്. നമ്മൾ ഭഗവാനെയാണ് ആദരിക്കുന്നത്. വേദങ്ങളെ നിലനിർത്തേണ്ടത് നമ്മളുടെ ചുമതലയാണ്. എങ്ങനെ നിലനിർത്തുക? നശിക്കാതെ നോക്കുക. എങ്ങനെ നശിക്കാതെ നോക്കുക? ഡെയിലി ഉപയോഗിക്കുക, അപ്പൊ നശിക്കില്ല. ഓരോ ദിവസം ഓരോ വരിയായിട്ട് പഠിക്കാം. സാധിക്കില്ല എന്നുള്ള ചിന്തയാണ് മാറ്റേണ്ടത്. എനിക്ക് സാധിക്കും, അങ്ങനെ ഇവിടെ ഒരു പ്രാണപ്രതിഷ്ഠ നടത്താൻ സാധിക്കും എന്നൊരു സങ്കല്പം കുറച്ചു പേരെടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടാൻ കാരണമായി. ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കും. ഞങ്ങൾ വരുന്ന വഴി രമേശ് പതാക അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. കാവിക്കൊടി കിട്ടാനില്ല. എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡ്. ഒരു കാലത്ത് കാവിക്കൊടി കാണുമ്പോൾ ചിലർക്ക് വിരളി പിടിക്കുകയായിരുന്നു. ശ്രീരാമന്റെ നാമം പറയും, ജയ് ശ്രീരാം പറയുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ആൾക്കാരിൽ നിന്ന് ശക്തി പറയും ജയ് ശ്രീരാം. ചിലരുടെ സങ്കല്പമാണ്. ഈ ഒരു സങ്കല്പമാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഈ സങ്കല്പം നടക്കുമോ എന്നുള്ള നമുക്കൊക്കെ സംശയമാണ്. ഇവിടെയാണ് നമ്മൾ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടി വരുന്നത്. ശ്രീരാമനോട് ശ്രീതാദേവി പറഞ്ഞു ഭഗവാൻ പരമാത്മ ചൈതന്യമാണ്. ഇവിടെ അറിയാൻ പറ്റും. ഭഗവാൻ പറയുന്നു സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട, ഞാൻ എല്ലാവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഭഗവാൻ എവിടെ ഇരിക്കുന്നു? ഹൃദയത്തിൽ ഇരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ശ്രീരാമ ചൈതന്യത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ആ കാര്യം നടത്തിയിരിക്കും. നമ്മൾ ഭഗവാന്റെ കയ്യിൽ ഉപകരണമായിട്ട് മാറണം. നിമിത്ത മാത്രം ഭവസവ്യസാചി എന്ന ഭഗവാൻ പറഞ്ഞ അർജുന, നീ എന്റെ കയ്യിൽ ഉപകരണമാണെന്ന് ഓർമ്മിക്കും. ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ സാഹചര്യം മാറും. ഭഗവാനെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച സാഹചര്യം മാറും എന്നൊന്നും വിചാരിക്കണ്ട. ഭഗവാൻ നമ്മളോട് ആദ്യം പറഞ്ഞു ഉത്തരേതാത്മനാത്മാനം ആത്മാനം അവസാദേ ആത്മൈവഹി ആത്മൈവ ബന്ധു ആത്മൈവരിഭു ആത്മന. പറഞ്ഞു കഴിഞ്ഞു. നിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളണം. നീ എന്ത് തീരുമാനിക്കുന്നുവോ അത് ഞാൻ നടത്തിത്തരും. നന്നാവാനാണോ ഉദ്ദേശം? നന്നാക്കി തരും. കേടുവരാനാണോ ഉദ്ദേശം? നീ കേടുവരും. വളരാനാണോ ഉദ്ദേശം? വളർത്തിത്തരും. തളരാനാണോ ഉദ്ദേശം? തളർത്തിത്തരും. പല ഭരണകൂടങ്ങളും ഇവിടെ വന്നു. അവർക്കൊക്കെ വളർത്താമായിരുന്നു. വോട്ടിന് വേണ്ടി മറ്റു പലതിനും വേണ്ടി തളർത്തി. ഇവിടെ തളരാൻ പറയുമ്പോൾ തളരുന്ന ഒരു സമൂഹമുള്ളൂ. പക്ഷെ അവിടെ നിന്ന് വളർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ വളർന്നു. ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തിയാണ് നമ്മൾ. പട്ടാളക്കാരനെ പറയുന്നത് നമുക്ക് അഭിമാനമാണ്. രാവിലെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു നട്ടും ബോൾട്ടും എഞ്ചിൻ റൂം കയറി നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഞാനൊരു രാഷ്ട്രത്തിന്റെ ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ്. അന്നേരം നമ്മുടെ കയ്യിൽ സ്പാനറും സ്ക്രൂ ഡ്രൈവറും അല്ല ഉള്ളത്. രാഷ്ട്ര നിർമ്മാണമാണ്. ഇന്ന് നടക്കുന്നത് രാഷ്ട്ര നിർമ്മാണമാണ്. ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ എന്നത് ഒരു പ്രതീകം മാത്രമാണ്. ഉജ്ജ്വലമായ ഒരു രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഒരു മഹത് മുഹൂർത്തമാണ്. നമ്മൾക്ക് അതിന്റെ ഭാഗമാണ്. നമുക്ക് തോന്നുന്നു നമ്മൾക്ക് വെറുതെ ഇരിക്കാം. നമ്മൾ വെറുതെ ഇരിക്കില്ല. ഞാൻ പറഞ്ഞത് ഈ രാമനാമത്തിന്റെ ശക്തി, പരമശിവൻ പോലും ഹനുമത് രൂപത്തിൽ വന്ന് ഭഗവാനെ സേവിക്കണമെങ്കിൽ
ആ രാമനാമത്തിന്റെ ശക്തി എന്തായിരിക്കണം? പൂർണ്ണമായ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്ന മന്ത്രമാണ് രാമനാമം. ഈ രാമനാമമാണ് നമ്മൾ ജപിക്കേണ്ടത്. രാവിലെ എണീറ്റിട്ട് ഇതിന്റെ ചെലവുണ്ടോ? GST അടയ്ക്കണം? വേണ്ട. ഇൻകം ടാക്സ് അടയ്ക്കണം? വേണ്ട. നാമജപ ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. വ്രതശുദ്ധി വേണം? വേണ്ട. മന്ത്രജപം ബ്രീത്തിങ് പോലെ നടക്കണം എന്നാണ്, ശ്വാസം പോലെ. അപ്പൊ അവിടെ ശുദ്ധാശുദ്ധി നോക്കാനില്ല, കാലങ്ങൾ നോക്കാനില്ല, സ്ഥലം നോക്കാനില്ല, ഓർമ്മ വരുമ്പം മുഴുവൻ. ഇത് ശീലമാവണം. ഇത് ഞാൻ പറയാൻ കാരണം, അന്ത്യനിമിഷത്തിൽ നമ്മൾ എന്ത് ഓർമ്മിച്ചുകൊണ്ട് ഈ ശരീരം വിട്ടുപോകുന്നുവോ അടുത്ത ജന്മം അതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ? അവസാന നിമിഷം ഞാൻ ശ്രീരാമനാമം ജപിച്ചുകൊണ്ടങ്ങ് വിടാം. ഒരാൾക്കും പറയാൻ പറ്റില്ല എപ്പോഴാ വീടി വരിക എന്ന്. 2 മിനിറ്റ് ഞാൻ രാമനാമം ചെല്ലട്ടെ പറയാൻ പറ്റുമോ? ഓർമ്മ വരണം. ഇത് നമുക്ക് ശീലമാവണം. ഓരോ നിമിഷവും ഓർമ്മിക്കുമ്പോഴേ, ജപിക്കുമ്പോഴേ അന്ത്യനിമിഷത്തിൽ പോലും നമുക്ക് ജപിക്കാൻ പറ്റുള്ളൂ. ഹൈന്ദവന്റെ ശാസ്ത്രം തന്നെ പറയുന്നത് മൃത്യുവിനെ മിത്രമാകുക എന്നാണ്. നമ്മൾ മരണത്തെ പേടിച്ച് കഴിയുന്നവരല്ല, മരണത്തെ മിത്രമാക്കുന്നവരാണ്. യമധർമ്മരാജാവിനെ ഗുരുവാക്കിയവരുടെ ചരിത്രമാണ് നമ്മളുടെ. അതാണ് നമ്മുടെ പാരമ്പര്യം. ഒരു സ്ഥലത്ത് പോലും ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞൊരു ഹിന്ദു പിന്മാറിയിട്ടില്ല, ഒരു ഭക്തൻ പിന്മാറിയിട്ടില്ല. അങ്ങനെ പലരുടെയും മരണം ജീവത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. ശരിയല്ലേ പറഞ്ഞത്? എവിടെ കിട്ടി അവർക്ക് ഈ ശക്തി? രാമനാമം. ഒരു സ്ഥലത്ത് പോയിട്ട് മറ്റുള്ളവരെ കൊന്ന് പൊട്ടിത്തെറിക്കുന്നു ഒരാചാര്യന്മാരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഭഗവാന് വേണ്ടി ത്യാഗം ചെയ്യൂ എന്നാ പറഞ്ഞത്. തയ്യാറാക്കണം. നമ്മൾ അടുത്ത തലമുറയെ തയ്യാറാക്കണം. അവർക്ക് ഈ രൂപങ്ങൾ പറഞ്ഞു കൊടുക്കണം, തത്വങ്ങൾ പറഞ്ഞു കൊടുക്കണം. രാമായണം വായിക്കുന്ന സമയത്ത് അവർ ചോദിക്കും, പിന്നെ 10 തലയുള്ള ഒരാളല്ലേ, പിന്നെ എങ്ങനെയുണ്ടായി, ഇങ്ങനെയുണ്ടായി? കുട്ടികൾ ചോദിക്കും. ബാലകാലയിലെ കുട്ടികൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോഴാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. സത്യം ഉണ്ടായ സംഭവം പറയുന്നത്. സാറ്, ഈ മഹാബലി 3 അടി അളന്നിട്ടല്ലേ, അല്ല വാമനൻ 3 അടി അളന്നിട്ടാണല്ലോ ഈ സൃഷ്ടി മുഴുവൻ കാണുന്നതും മഹാബലിയെ താഴ്ത്തിയതും. അതാണല്ലോ ഓണത്തിന്റെ കഥ. ഇവിടുത്തെ കുട്ടികളാണ് കേട്ടോ. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്ന മലയാളി കുട്ടികൾ. ഞാൻ പറഞ്ഞു അതെ. ഇവന്റെ സംശയം നോക്കണം. ഭഗവാൻ എന്തിനു 3 അടി കൊണ്ട് അളന്നു? ഭഗവാൻ അത്രത്തോളം ഉയരാൻ പറ്റുമെങ്കിൽ 1 അടി കൊണ്ട് അളന്നാ പോരെ. ആരും ചിന്തിച്ചില്ല, ഞാനും ചിന്തിച്ചില്ല. ഇതാണ് നമ്മളുടെ കുട്ടികളുടെ ബുദ്ധി. പിന്നെ അവന് ആ സമയത്ത് ഉപനിഷ തത്വങ്ങളൊക്കെ പറയേണ്ടി വന്നു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയും തുര്യവും പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഓരോ സ്റ്റെപ്പും ഇതാണ്. ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, തുരീയം. തുരീയത്തിലാണ് വിഷ്ണുപാദം നിന്ന് ഇവിടെ സഹസ്രാര പത്മത്തിൽ പതിയുന്നത്, ആത്മസാക്ഷാത്കാരം വരുന്നത്. അതാണ് കഥ. കുട്ടിക്ക് മനസ്സിലായി. നമുക്ക് തോന്നും കുട്ടിയൊക്കെ മനസ്സിലാവില്ല. ഉപനിഷ തത്വം, ഈ തത്വങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികളാണ് നമ്മൾ. അവർ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അന്ധമായിട്ട് ഒന്നും വിശ്വസിക്കില്ല. അവർക്ക് യുക്തിയോടുകൂടിയുള്ള മറുപടി വേണം. ആരുടെ ഉത്തരവാദിത്വം? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആരുടെ ഉത്തരവാദിത്വം? ഇന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് ഇത് പറയുന്നുണ്ടെങ്കിൽ എന്റെ ഗുരുവിന്റെ അനുഗ്രഹം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്റെ മുത്തച്ഛന്റെ അനുഗ്രഹം. മുത്തച്ഛൻ ചെറുപ്പത്തിൽ സന്ധ്യയ്ക്ക് വിളിച്ചിട്ട് 1 മണിക്കൂർ നാമം ചെയ്യാനാണ് ഭക്ഷണം കിട്ടുള്ളൂ. ഞങ്ങൾ തറവാട്ടിൽ എല്ലാവരും കൂടി കുട്ടികൾ ഒന്നിച്ച് നാവറും കള്ളും കുത്തും ഒക്കെ ഉണ്ടാവും. പക്ഷെ നാമം ചെല്ലുണ്ടാവും. അത് കേൾക്കണം. മുത്തച്ഛൻ നിന്റെ ശബ്ദം കേൾക്കണില്ലല്ലോ എന്ന് പറയാം അവിടെ ഇരുന്നിട്ട്. അങ്ങനെ കേട്ട് രാമായണ കഥയും ഭാഗവത കഥയും കേട്ട് കേട്ട് വളർന്നു. അന്ന് ഞാൻ കഥ കേട്ടു. പിന്നെ വളർന്നപ്പോൾ കഥയിലെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ എത്തിപ്പെട്ടു. അവിടുന്ന് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. എന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അത് നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മളാരും വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകാൻ വന്നവരല്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ ബ്രഹ്മസമുദ്രത്തിലെ കൊച്ചു തിരകളാണ് നമ്മളൊക്കെ. ബ്രഹ്മസമുദ്രത്തിലെ തിരകളാണ്. ഓരോ തിരയും ആ സമുദ്രത്തിലെ ജലമാണ്. ജലത്തിൽ നിന്ന് അന്യമായിട്ട് ഒരു തിരയുമില്ല. നമ്മൾ ഓരോ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുമ്പോൾ 4 സ്റ്റേജാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തിരകളുടെ സ്റ്റേജാണ് പറഞ്ഞത്. ഒരു തിര വേറൊരു തിരയെ വേറെ വേറെയായി കാണുന്നു. ഭിന്നതകളുണ്ട്. പിന്നീട് ഒരു തിര മനസ്സിലാക്കുന്നു, എന്നെ പോലെ തന്നെയാണ് എല്ലാ തിരയും, ഞങ്ങളൊക്കെ ഒരു സമുദ്രത്തിന്റെ ഭാഗമാകുന്നു. പിന്നീട് സമുദ്രം മനസ്സിലാക്കും, ഈ തിരകളെല്ലാം എന്നിലാണ്. ഇതാണ് 3ാമത്തെ സ്റ്റേജ്.
പിന്നീട് സമുദ്രം പറയുന്നു തിരകളേ ഇല്ല, ജലം മാത്രമാണ്. ഞാനും തിരകളും എല്ലാം ജലം മാത്രം. നാലാമത്തെ സ്റ്റേജ്. 4 സ്റ്റേജാണ് നമുക്ക് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറഞ്ഞു തന്നെ. നമ്മളെ പരസ്പരം പറഞ്ഞു പോരടിപ്പിക്കുമ്പോൾ നമ്മളിത് ഓർമ്മിക്കണം. ഞാൻ ഭിന്നമായി കാണുന്നതെല്ലാം ഏകമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരും. വിഭൂതി യോഗം, വിശ്വരൂപ ദർശന യോഗം. വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറഞ്ഞു ഈ കാണുന്ന മല ഞാനാകുന്നു, ഈ കാണുന്ന പുഴ ഞാനാകുന്നു, ഈ കാണുന്ന ശില ഞാനാകുന്നു. എല്ലാം ഭഗവാൻ പ്രതീകാത്മകമായിട്ട് പറഞ്ഞു. നീ സൃഷ്ടി ഞാൻ തന്നെ. സൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ നീ കാണുന്നത് എന്റെ വിഗ്രഹമാണ്. ഭഗവാൻ അയോധ്യയിൽ മാത്രമല്ല, ഇവിടെ കാണുന്ന ഓരോ കല്ലിലും മരത്തിലും പൂവിലും വെള്ളത്തിലും ഒക്കെ ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ശ്രീരാമ ഭക്തനായി. ഇങ്ങനെയാണ് നമ്മൾ ഭക്തി വളർത്തുന്നത്. അമ്പലത്തിൽ പോയിട്ട് തുടക്കം അമ്പലത്തിൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞു അമ്പലത്തിൽ ജനിക്കാം, അമ്പലത്തിൽ മരിക്കരുത്. ഓരോരുത്തരും സഞ്ചരിക്കുന്ന അമ്പലമായിട്ട് മാറണം, ക്ഷേത്രമായിട്ട് മാറണം. നമ്മൾ ഈ ഹൃദയത്തിൽ ശ്രീരാമനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്ന അയോധ്യയാണ്. നമ്മൾ എവിടെ പോകുന്നുവോ അവിടെ വെളിച്ചമുണ്ടോ? ശ്രീരാമ ജ്യോതിയാണ് ഉള്ളിലുള്ളത്. കുട്ടികൾ ചോദിക്കും ശ്രീരാമനെ കുറിച്ച്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്? ദശരഥൻ ആരായിരുന്നു? കൗസല്യ ആരായിരുന്നു? എങ്ങനെയാണ് ശ്രീരാമൻ ദശരഥന്റെ പുത്രനായിട്ട് വന്നത്? ആർക്ക് പറയാൻ പറ്റും? ശ്രീരാമനും നമ്മളും കൂടിയുള്ള ബന്ധം, ദശരഥനും നമ്മളും കൂടിയുള്ള ബന്ധം. ദശരഥൻ എന്ന വാക്ക് തന്നെ 10 രഥങ്ങളാണ് പറയുന്നത്. 10 രഥങ്ങളെ ഒരേ സമയം നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ദശരഥൻ. എന്താണ് ഈ 10 രഥങ്ങള്? നമ്മുടെ 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളെയും ഒരേ സമയം നിയന്ത്രിച്ച് ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നവൻ ദശരഥൻ. നമ്മൾ വേദാന്തം പഠിക്കുമ്പോൾ ഷഡ് സമ്പത്തി എന്ന് പറയും. 6 കാര്യങ്ങൾ: ശമം, ദമം, തിദീക്ഷ. ശമം, ദമം, ഉപരതി, തിദീക്ഷ, ശ്രദ്ധ, സമാധാനം. ഇതാണ് നമ്മളുടെ റൂട്ട് പറഞ്ഞു നൽകുന്നത്. മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, മനസ്സിന്റെ സമത്വഭാവം. ഇതാണ് ആദ്യത്തെ 3. അതുണ്ടാകുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് സന്തോഷമുണ്ടാകും, നമുക്ക് ഈശ്വരകാര്യത്തിൽ ശ്രദ്ധ വരും, ഏകാഗ്രത വരും. അതിൽ നിന്ന് നമുക്ക് ആത്മാനന്ദമുണ്ട്. ഈ ആത്മാനന്ദം അനുഭവിക്കുന്ന ഹൃദയമാണ് അയോധ്യ. അയോധ്യ എന്ന് പറഞ്ഞ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു അയോധ്യ അവിടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു അയോധ്യയുണ്ട്. യുദ്ധങ്ങളില്ലാത്ത സ്ഥലം, ശാന്തി അനുഭവിക്കുന്ന സ്ഥലം. യുദ്ധങ്ങളില്ലാത്ത സ്ഥലം അയോധ്യയുടെ അർത്ഥം തന്നെ. ആ അയോധ്യയിലാണ് ശ്രീരാമൻ ആവിർഭവിക്കുന്നത്, ജനിക്കുന്നതല്ല. ഭഗവാൻ അവതരിക്കുകയാണ്. അവതാരവും ജനനം കൂടി വ്യത്യാസമുണ്ട്. ജനിക്കുന്നത് മനുഷ്യജന്മത്തിൽ നിന്നാണ്, അവതാരം ചൈതന്യം രൂപപ്പെടുന്നതാണ്, ജലം ഐസാവുന്നത് പോലെ. അങ്ങനെ നമ്മൾ ശ്രീരാമ ചൈതന്യം ഉള്ളിൽ വരണമെങ്കിൽ നമ്മൾ ദശരഥന്മാരായി മാറണം. സാധനകൾ വേണം, ജപം വേണം, ധ്യാനം വേണം, ആധ്യാത്മിക ആചാരങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ വേണം. മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ ശ്രീരാമൻ ആവിർഭവിക്കുന്നത്. ശ്രീരാമൻ അയോധ്യയിൽ പോയിട്ടല്ല നമ്മൾ കാണാം. അവിടെ നമുക്ക് പോവാം. പ്രചോദനം ഉൾക്കൊള്ളാം, ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോരുത്തരും വീട്ടിലിരുന്ന് ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ വീട് മുഴുവൻ രാമജന്മഭൂമിയായി, ആ വ്യക്തി ശ്രീരാമന്റെ ക്ഷേത്രമായി. സാധിക്കുന്നു തോന്നുന്നുണ്ടോ? ആരും മിണ്ടില്ല. കലമ്പലിയിലെ ജനങ്ങളൊക്കെ സമാധിയായി. എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. ഒന്നുകിൽ ഉണ്ട് പറയൂ, ഇല്ല പറയൂ. പ്രതികരണമില്ലാത്ത ഹിന്ദു സമൂഹമാണ് ശാപം. നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ സമൂഹം മാറി. കണ്ടു, രാഷ്ട്രീയം മാറി, നിയമം മാറി, ഭരണം മാറി. ഹിന്ദു പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ നമ്മൾ ശാന്തി സമാധാനം കൊണ്ട് മറ്റാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഇല്ലാതെയാക്കും. ഈ തർക്കഭൂമി തന്നെയാണ് അതിന്റെ ഉദാഹരണം. ഇവിടെ മതപരമായ ഒരു സ്പർദ്ധയില്ലായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചല്ലോ? രാമജന്മഭൂമി പ്രശ്നം നമ്മൾ തുടക്കം മുതൽ ഇന്ന് വരെ വായിക്കുമ്പോൾ 2 മതങ്ങൾ തമ്മിലുള്ള സംഘട്ടനം ഉണ്ടായിട്ടേ ഇല്ല. അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ സംസ്കാരത്തിനെ നശിപ്പിച്ച ഒരാളുടെ വിജയസ്തംഭമായിരുന്നു, അയാളുടെ വിജയത്തിന്റെ പ്രതീകമായിരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാശത്തിന്റെ പ്രതീകമായിരുന്നു. അതിനെ തച്ചുറപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്നത് വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മൾ വിജയിച്ചു, ഹിന്ദുധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാം. അതിനെ മതപരമായ വിദ്വേഷമാക്കി മാറ്റിയത് രാഷ്ട്രീയക്കാരാണ്.
അത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു, നമ്മുടെ ധർമ്മത്തിന്റെ പ്രശ്നമായിരുന്നു, ഹൈന്ദവ സംസ്കാരത്തിന്റെ പ്രശ്നമായിരുന്നു. ചിന്തിക്കണം. അതുകൊണ്ട് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. ഹനുമാന്റെ കയ്യില് ഒരു കയ്യിൽ ഔഷധമാണ്, ഒരു കയ്യിൽ ഗതയാണ്. ഔഷധം വേണ്ടവർക്ക് ഔഷധം കൊടുക്കാം, ഗത കൊടുക്കേണ്ടവർക്ക് അത് തന്നെ കൊടുക്കണം. ഭഗവാന്റെ കയ്യിൽ അപ്പും വില്ലുമാണ്, പ്രയോഗിക്കേണ്ടടുത്ത് അത് പ്രയോഗിക്കാനാണ്. ഷോക്കി കൊണ്ട് നടക്കുന്നതല്ല അത്. ശ്രീകൃഷ്ണന്റെ കയ്യിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ സുദർശനം വരും. ആയുധം ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഹിന്ദു പ്രതികരിക്കണം, ഭക്തൻ പ്രതികരിക്കണം. ഞാൻ ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദു ഭക്തൻ, അവന്റെ ചുമതല എന്താണ്? അവന്റെ ഇഷ്ടപാലനത്തിന് ഭക്തന് ഭഗവാനെ സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. ഭക്തൻ തളർന്നാൽ ഭഗവാനോട് ഇരിക്കും. നമ്മുടെ ഹൃദയത്തിലാണ് ഭഗവാൻ. ഭക്തൻ തളരാൻ പാടില്ല. അവൻ ഊർജം എവിടുന്ന് കിട്ടും? ഭഗവത് ചൈതന്യമാണ് എന്നിലെന്ന് അറിയുമ്പോഴാണ് ഊർജം. ഭീമനാണ് ഉദാഹരണം. പാഞ്ചാലി 5 കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. പാഞ്ചാലി എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? നോക്കട്ടെ, മഹാഭാരതം ഒറ്റ കല്യാണം. ആരെ? അർജുനനെ. ഓക്കെ, പാഞ്ചാലി അർജുനനെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. താങ്ക് യു. ഒരാളെങ്കിലും മറുപടി പറഞ്ഞ് ഞാൻ നന്നാക്കും കൈയടിച്ചത്. ഒരമ്മ മറുപടി പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്. ഒരാൾക്കെങ്കിലും ഇത്തിരി എഫക്റ്റ് വരുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ പാഞ്ചാലിയുടെ കാര്യം ഒന്ന് ആലോചിക്കാം. പാഞ്ചാലിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? യാഗാഗ്നിയിൽ നിന്നാണ് പാഞ്ചാലി ഉയർന്നു വന്നത്. അഗ്നിയിൽ നിന്ന് മനുഷ്യനുണ്ടാവുമോ? അഗ്നിയിൽ നിന്ന് മനുഷ്യൻ ജനിക്കുമോ? അപ്പോൾ അഗ്നി എന്തെന്ന് അന്വേഷിക്കണം. അഗ്നി അറിവാണ്. അറിവിൽ നിന്നുണ്ടാകുന്ന ധ്യാനാത്മകമായ മനസ്സാണ് പാഞ്ചാലി. ഇതിനോട് 5 ഗുണങ്ങൾ ചേരും. ധർമ്മനിഷ്ഠയുണ്ടാവും, ഈശ്വരീയ പ്രേമം ഉണ്ടാകും, കർമ്മകുശലത ഉണ്ടാവും, സത്സംഗങ്ങൾ ഉണ്ടാകും, ചിട്ടകളുണ്ട്, നിയമങ്ങൾ. ഈ 5ഉം ധ്യാനാത്മകമായ മനസ്സിനോട് ചേരും. പാഞ്ചാലി 5 കല്യാണം കഴിച്ചിട്ടില്ല. അറിവിന്റെ വെളിച്ചത്തിൽ ധ്യാനം, മനസ്സ് ധ്യാനാത്മകമാകുമ്പോൾ അതിനോട് ചേരുന്ന 5 ഗുണങ്ങളാണ്. ഈ 5 ഗുണങ്ങൾ എവിടെയുണ്ടോ ഭഗവാൻ അവിടെ ഉണ്ടാവും. ഭഗവാൻ സൈന്യത്തിനൊക്കെ വിട്ടുകൊടുത്തു, ഭഗവാൻ ഇവിടെ നിന്നു. ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് വിജയം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുർധര തത്ര ശ്രീ വിജയോഭൂതിർ ധ്രുവാനിർമ്മ. ഒറ്റ സെന്റൻസ് ലാസ്റ്റ് ഭഗവത്ഗീതയുടെ അവസാനം സഞ്ജയം പറയുന്ന ഇതാണ് കൺക്ലൂഷൻ ഭഗവത്ഗീതയുടെ. എവിടെ യോഗേശ്വര കൃഷ്ണനുണ്ടോ, എവിടെ ധനുർധര പാർത്ഥനുണ്ടോ അവിടെയാണ് വിജയം, അവിടെയാണ് നീതി, അവിടെയാണ് ഐശ്വര്യം, അവിടെയാണ് ധർമ്മം. ഈ ഭഗവാനാണ് ശ്രീരാമനായിട്ട് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവും നമ്മുടെ കൂടെ? ധർമ്മം, വിജയം, ഐശ്വര്യം, നീതി. നീതി എടുത്തു പറയണം. മതേതരത്വത്തിന്റെ പേരിൽ നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ആത്മാഭിമാനം. മതേതരത്വം നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ രാമൻ വേണം. രാമനെ എതിർക്കുന്നവരുടെ ഉള്ളിൽ അത് വേണം. അല്ലെങ്കിൽ അവരില്ലാതെയോ. നമ്മളിന്ന് കാണുന്നുണ്ട് ഒരേ സമുദായം, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന സമുദായം പരസ്പരം പോരടിക്കണം. നമ്മൾ ഇന്നിവിടെ ഭഗവത് ധ്വജവും പിടിച്ചുകൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുമ്പോൾ അവിടെ പരസ്പരം മിസൈൽ എറിഞ്ഞ് കളിക്കുകയാണ്. ന്യൂസ് ഒന്ന് നോക്കൂ. എന്തിന്? സ്വാർത്ഥത, ധർമ്മബോധം നഷ്ടപ്പെട്ടു. എനിക്ക് വേണം, എനിക്ക് വേണം. രാമൻ എന്ന പദം തിരിച്ചിട്ടാൽ തന്നെ മാരൻ എന്നാണ്. രണ്ടും 2 അർത്ഥമാണ്. രാമൻ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്നു, മാരൻ കാമമാണ്, നശിപ്പിക്കും ആത്മജ്ഞാനത്തിനെ. രാവണനാണ് പ്രതീകം. അന്യന്റെ മുതൽ ആഗ്രഹിച്ച് നടത്തുന്നതാണ്. എത്ര പവർ ആയിക്കോട്ടെ, എത്ര അറിവുണ്ടായിക്കോട്ടെ, എന്ന് അന്യന്റെ മുതൽ ആഗ്രഹിച്ചുവോ അന്ന് തുടങ്ങി പഠനം. ഈ സ്വാർത്ഥത നമ്മൾ എല്ലായിടത്തും കാണും. കൈകൈക്ക് സ്വാർത്ഥതയുണ്ടായിരുന്നു, മകനെയാക്കണം. ആരെ നഷ്ടപ്പെട്ടു? രാമനെ നഷ്ടപ്പെട്ടു. സീതാദേവിക്ക് ഒരു നിമിഷത്തേക്ക് ഒരു ആഗ്രഹം തോന്നി, മാനിനെ വേണം, മാരീചനെ വേണം. അല്ലേ? കഥ എല്ലാവർക്കും അറിയില്ലേ? ആരെ നഷ്ടപ്പെട്ടു? രാമനെ നഷ്ടപ്പെട്ടു. രാവണനൊരാഗ്രഹം തോന്നി, സീതയെ വേണമെന്ന്. വിഭീഷണൻ പല പ്രാവശ്യം പോയിട്ട് പറഞ്ഞു, അത് രാമനാണ്, നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. നശിച്ചു.
ഒന്ന് ആലോചിച്ച് നോക്കും. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇത്തിരി സ്വാർത്ഥത കയറി വന്നോ, എന്റേതായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കണമെന്ന് തോന്നിയോ, നാശം തുടങ്ങി. എനിക്ക് മാത്രം ആസ്വദിക്കണമെന്ന് തോന്നിയോ, നാശം തുടങ്ങി. വസ്തുതകൾ മനസ്സിലാക്കാതെ പെരുമാറാൻ തുടങ്ങിയോ, നാശം തുടങ്ങി. സീതാദേവിക്ക് സംഭവിച്ചത് അതാണ്. വന്നത് മാരീചനാണ്, മായാമൃഗമാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു രക്ഷയില്ല. ഒരാഗ്രഹം തോന്നി. രാമായണത്തിന്റെ കഥ എവിടെ വെച്ച ടിസ്റ്റാവാണ്. മായാമൃഗത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു ഇതിലാണ്. അവിടെ സീതാദേവി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലോ കഴിഞ്ഞു, പിന്നെ ഒന്നും ഇല്ല, ഒന്നും നോക്കാനില്ല. പക്ഷെ അവിടെ ആഗ്രഹം തോന്നി. ശ്രീരാമനെ നഷ്ടപ്പെട്ടു, ശ്രീരാമൻ ആത്മജ്ഞാനം. ലക്ഷ്മണനെ നഷ്ടപ്പെട്ടു, ലക്ഷ്മണൻ ചിട്ടകളാണ്, സാധനങ്ങളുടെ ചിട്ടകളാണ് ലക്ഷ്മണൻ. ആത്മജ്ഞാനം നഷ്ടപ്പെട്ടു, സാധനയിലെ ചിട്ടകൾ നഷ്ടപ്പെട്ടു. സീതാദേവിയെ, ജീവാത്മാവിനെ കാമം കൊണ്ടുപോയി, രാവണൻ കൊണ്ടുപോയി ലങ്കയിലെത്തി. അവിടെ എത്തുമ്പോഴേക്ക് രാമനാമ ജപം തുടങ്ങി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്താ വരുന്ന സ്ഥിതി? രാമനാമ ജപത്തിന്റെ ശക്തി ഉള്ളതുകൊണ്ട് മാത്രം രാവണന് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഹനുമാൻ പോകുമ്പോഴേ പറഞ്ഞേ, രാമനാമം എന്റെ കയ്യില് രാമനാമമാണ്. ഇത് ഈ ശക്തി നമ്മൾ തിരിച്ചറിയണം. പാഞ്ചാലിയുടെ കാര്യം എപ്പോഴും നമ്മൾ ഓർമ്മിച്ചു വെക്കണം. നമ്മൾ തിരിച്ചു വരുമ്പോൾ നകുലൻ, സഹദേവൻ എന്ന് പറഞ്ഞിട്ട് ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. സഹദേവൻ സത്സംഗങ്ങളാണ്. സഹദേവനാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹദേവൻ വ്യക്തിയല്ല. എപ്പോഴും ഇതൊന്നും വ്യക്തികളല്ല. വ്യാസഭഗവാൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്ന ക്യാരക്ടറൈസേഷൻ എന്ന് പറയും. നമ്മളതിന്റെ സാകാര രൂപത്തിൽ ആദർശങ്ങളെ സാകാരമായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. സത്സംഗത്തിന്റെ പ്രതീകമാണ് സഹദേവൻ. സത്സംഗങ്ങൾ വളരെ ആവശ്യമാണ്. അത് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. സത്സംഗങ്ങൾ കേൾക്കുമ്പോൾ എന്താണ്? ജീവിതത്തിൽ ചിട്ടകൾ വരും, നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങും. നകുലൻ ജീവിതത്തിലെ ചിട്ടകളാണ് നകുലൻ. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ നമുക്ക് കർമ്മകുശല ആത്മബോധം വരും. അതിലൊറച്ച് എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം. മുമുക്ഷുത്വം എന്ന് പറയുന്നത് നമ്മൾ മോക്ഷത്തിന് ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. അർജുനൻ എന്തിനാണ് അർജുനന് മാത്രം ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത് ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നു? ധർമ്മപുത്രർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ യുദ്ധം ചെയ്യാൻ നടക്കുന്ന ആൾക്ക് എന്തിനകത്ത് പറഞ്ഞു കൊടുത്ത്? അർജുനൻ മുമുക്ഷുവാണ്, മോക്ഷം ആഗ്രഹിക്കുന്നവൻ, സാധകനാണ്. അപ്പൊ ഈ സത്സംഗം, ആധ്യാത്മിക സാധനകൾ, മുമുക്ഷുത്വം, അത് കഴിയുമ്പോഴാണ് നമ്മൾ ഈശ്വരീയ പ്രേമത്തിലേക്ക് എത്തുന്നത്. ഭക്തി, അട്ടിയുറച്ച ഭക്തി. ഈശ്വരീയ പ്രേമത്തിൽ പ്രചോദിതരായ ഒരു വ്യക്തി പോലും തളർന്നിരുന്നിട്ടില്ല. അവൻ അമാനുഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അന്ന് പൂർണ്ണ ശ്രദ്ധ, പൂർണ്ണ സമർപ്പണം ഉള്ളിലിരിക്കുന്ന ഈശ്വരനോടാണ്. ആ ഈശ്വരന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഹനുമാനാണ് ഉദാഹരണം. ഹനുമാന്റെ ഭാഗമായിട്ടാണ് ഭീമനെ പറഞ്ഞത്. ഈശ്വരീയ പ്രേമം. ഭീമൻ എന്ന് പറഞ്ഞ എങ്ങനെ ഈ വലിയ മസിലൊക്കെ ഉള്ള ജിമ്മിലൊക്കെ പോയൊരു അല്ല. ഈശ്വരീയ പ്രേമമാണ് ഭീമൻ. അത്രയും ഈശ്വരീയ പ്രേമമുള്ള ഒരു വ്യക്തിക്ക് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ ഒരു ചരിത്രം നോക്കിയാൽ അറിയാം. ഒരു തോർത്തുമുണ്ട്, ഒരു ഷോളിട്ടിട്ട് അവർ നടക്കുള്ളൂ. പക്ഷെ അവരുടെ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് എത്ര മാറ്റങ്ങളാണ്. ലോകത്തിൽ എത്ര സ്ഥലത്ത് ആശ്രമങ്ങളുണ്ട്, എത്ര സ്ഥലത്ത് സത്സംഗങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഇസ്കോൺ, ഹരേ രാമ ഹരേ കൃഷ്ണ, നമുക്കൊക്കെ അറിയാം. ഈ ഇസ്കോൺ എത്ര വളർന്ന് പന്തലിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അടിയുറച്ച ഭക്തി. നമ്മയുടെ ആശ്രമങ്ങളെ മാതാ അമൃതാനന്ദമി ആ ശ്ലോകം മുഴുവൻ അമാനുഷികമായ ശക്തിയാണ്. ഈശ്വരീയ പ്രേമത്തിൽ നിന്ന് വരുന്ന ശക്തി. ഏതൊരു സ്ഥലത്തും നോക്കും. ഇന്നിപ്പോ നമ്മൾ കാണുന്ന നമ്മുടെ സത്യാനന്ദ സ്വാമികളെ അയോധ്യയിൽ രാമക്ഷേത്രത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയ സ്വാമിയാണ് അദ്ദേഹത്തിന്റെ. പക്ഷെ ഇന്ന് ഇന്ത്യയുടെ സൂക്ഷ്മരൂപത്തിൽ ഇടുന്നത് നമ്മളൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇവരോടൊക്കെ ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്, സമർപ്പിക്കുക. ഈശ്വര സമർപ്പണമായിട്ട് ചെയ്യും. ഈശ്വര സമർപ്പണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം, പ്രചോദനം ഒരാൾക്ക് തടുക്കാൻ പറ്റില്ല. എത്രയൊക്കെ ആരും മുടക്കിയാൽ അത് വേറെ വഴിക്ക് വരും. ഗംഗാനദി ഉദാഹരണമായിട്ട് പറയാം. നിങ്ങൾ അണകെട്ടി നോക്കൂ, കവിഞ്ഞെടുക്കും, തടർത്ത് നിർത്താൻ നോക്കും. പല വഴിക്ക് അത് ഒഴുകി വരും ലക്ഷ്യത്തിലേക്ക് എത്താൻ. എല്ലാ വിധത്തിലും തടയാൻ നോക്കൂ. ആ തടഞ്ഞതിനെ പൊട്ടിച്ചേർത്തുകൊണ്ട് ഒഴുകും.
ഇപ്പോഴൊക്കെ സംഭവിക്കുന്ന അതാണ്. ഹൈന്ദവ ധർമ്മത്തിന്റെ തടഞ്ഞു നിർത്താനാവാത്ത ശക്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ പറയുന്നത്? നമ്മൾ ഒന്നിച്ചു കൂടിയാലേ ഇത് നടക്കുള്ളൂ. ഇതെപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ഈ ഈശ്വരീയ പ്രേമത്തിൽ നിന്നാണ് ധർമ്മബോധം ഉണ്ടാവുന്നത്. ധർമ്മപുത്രൻ ഈ ധർമ്മമാണ്, അതിന്റെ മൂർത്തിമത് ഭാവമാണ് ശ്രീരാമൻ. ശ്രീരാമന്റെ ധർമ്മത്തിന്റെ വിഗ്രഹം എന്നാണ് പറയുന്നത്. എന്തൊന്നാണോ നമ്മളെ വളർത്തി നിർത്തുന്നത്, പരിപോഷിച്ച് നിർത്തുന്നത്, അതാണ് ധർമ്മം. അത് ശ്രീരാമൻ എന്നത് അവിടെ നിന്ന് ഒരു വ്യക്തിയല്ല. നമ്മുടെ അമ്മയായിട്ട് ഇരുന്ന് അമ്മയുടെ റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ശ്രീരാമൻ അമ്മ രൂപമാണ്, മാതൃത്വമാണ്. പിതാവിന്റെ ജോലികൾ ചെയ്യുമ്പോൾ അവിടെ പിതാവിന്റെ ഉത്തരവാദിത്വമാണ് ശ്രീരാമൻ. ശ്രീരാമ പൂജയാണ് ചെയ്യുന്നത്. സഹോദരനായി, രാജാവായി, സേവകനായി. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഭക്തിയുടെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഇരിക്കുന്നു, ഭക്തരായിട്ടിരിക്കുന്നു. ഭക്തി ഭഗവാന്റെ രൂപമാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ വന്നു ചേർന്നു. ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും എന്തെല്ലാം നിയത കർമ്മങ്ങൾ, വിഹിത കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രചോദന ശക്തിയാണ് ശ്രീരാമൻ. അതാണ് ധർമ്മത്തിന്റെ വിഗ്രഹം എന്ന് പറയുന്നത്. ശ്രീരാമൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. ആ വ്യക്തിയിലൂടെ ഋഷിമാർ നമുക്ക് പലരും പറഞ്ഞു തന്നു. വാക്കുകളോട് പറഞ്ഞ് വിവരിക്കാൻ പറ്റാത്തത്ര അനന്തം. ഇതാണ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കാനുള്ളത്. ഇന്നിവിടെ നമ്മൾ ശ്രീരാമ ജ്യോതി തെളിയിച്ചു അല്ലേ? ജ്യോതി തെളിയിച്ചു. ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു? ശ്രീരാമ ജ്യോതി തെളിയിച്ചത് ഒരു ചിരാത് മാത്രമാണെങ്കിൽ ഒന്ന് ഊതിയാ മതി, കെട്ടുപോകും. ഈ എല്ലാ അഗ്നിയും കൂടി ചേർന്നിട്ട് ഒരു അഗ്നി ആയാലോ? ഒന്ന് ഊതി നോക്കൂ, ആ അഗ്നി ആളികത്തും. ഇതാണ് ഭക്തിയുടെ പ്രത്യേകത. ഇത് തുടങ്ങി വരുന്ന സമയത്ത് ഇതിന് ഊതിക്കെടുത്താൻ പലരും ഉണ്ടാവും. ഈ അഗ്നിയിൽ നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളണം. ഞാനിങ്ങനെ മുന്നിഞ്ഞു കത്തുന്ന ഒരു അഗ്നി ആയാൽ പോരാ, ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ഐക്യമാവണം. എല്ലാം കൂടി ചേർന്ന് ഭഗവാന്റെ അറിവിന്റെ അഗ്നിയായിട്ട് മാറണം, ആശയങ്ങളുടെ അഗ്നിയായിട്ട് മാറണം, ഒരിക്കലും തളരാത്ത അഗ്നിയായിട്ട് മാറണം. ആരെല്ലാം കെടുത്താൻ ശ്രമിക്കുന്നോ അത്രത്തോളം വളരുന്ന ശക്തിയായിട്ട് മാറണം. ചിരാത് ഈ രാമജ്യോതി നമ്മളെ പഠിപ്പിക്കുന്നു. ഈ രാമജ്യോതിയാണ് നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ശ്രീരാമൻ ആരാണെന്ന് പഠിച്ചു. ഓർമ്മയുണ്ടാവോ? ഓർമ്മിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്. ആർക്കെ അറിയാം? ഞാൻ ഇതൊക്കെ ഒന്ന് മറന്നു പോകുന്ന എഴുതി വെച്ചാൽ മതി. പോയിട്ട് ശ്രീരാമൻ ആരാണെന്ന് പഠിച്ചു, ഞാൻ മറന്നു പോകും. എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാ മറക്കുന്ന എഴുതി വെക്കും. മറക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി. അപ്പൊ എപ്പോഴും ഓർമ്മയുണ്ടാവും. അതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തോ, ഇതാണ് സൂത്രം. ഇപ്പൊ ശ്രീരാമ രൂപം എന്താണെന്ന് പഠിച്ചു, ശ്രീരാമ തത്വം എന്താണെന്ന് പഠിച്ചു. ഓർമ്മയുണ്ടാവോ? ആരും കലമ്പുരി എന്നുള്ളതിന് ജനങ്ങൾ അനങ്ങാതിരിക്കുന്ന സ്ഥലം എന്നൊരു അർത്ഥമുണ്ടോ നിഘണ്ടുവില്? ഓർമ്മിക്കാം എന്ന് പറഞ്ഞാലുണ്ട്. ഞങ്ങൾ ഓർമ്മിക്കും. ഇതൊക്കെ മുമ്പ് കേട്ട പല കാര്യങ്ങളുണ്ട്. അത് ഓർമ്മടിച്ചു മതിയായി, ഇനി ഞങ്ങൾക്ക് ഈ പരിപാടി നിർത്തി രമേശ് സിംഗ് അയാളെ ഈ വഴിക്ക് കൊണ്ടുവരണ്ടേ? പറയോ? കൊണ്ടുവരണം പറയോ? ആരൊക്കെ പറയും? ഇപ്പോഴെങ്കിലും പ്രതികരിച്ച് കണ്ടോ സമാധാനം. നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഇതാണ്, പ്രതികരിക്കണം. യെസ്, നോ, താങ്ക് യു പറയും. നമ്മളല്ലെങ്കിൽ ഹലോ, താങ്ക് യു പറയും. ഈ താങ്ക് യു പറയുന്നത് പോലെ നമ്മൾ രാവിലെ എണീറ്റ് ഭഗവാനോട് ഒരു താങ്ക് യു പറയണം. ഭഗവാനെ, ഞാൻ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ഈ ശ്വാസം മുഴുവൻ നടന്നുകൊണ്ടിരുന്നു. ഞാൻ ഒന്നും രാത്രി നമ്മൾ വൈൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അല്ല, ബ്ലഡ് സർക്കുലേഷൻ മുഴുവൻ നടന്നുകൊണ്ടിരുന്നു. എന്തൊക്കെയോ ഭക്ഷണം കഴിച്ചു, അതൊക്കെ ദഹിച്ചുകൊണ്ടിരുന്നു. വേണ്ടതൊക്കെ ശരീരത്തിലേക്ക് വന്നു, വേണ്ടാത്തൊക്കെ ശരീരത്തിന് പുറത്തേക്ക്. നമ്മൾ ആരെ അറിഞ്ഞിട്ട് ചെയ്യുന്നതാണോ? സംഭവിക്കുന്നില്ലേ? ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഒരു സംഭവം നമ്മുടെ ഉള്ളിലില്ലേ? ഇതിനൊക്കെ നോക്കുന്നേ, ഇതിനൊക്കെ പരിപാലിക്കുന്ന ഒരു നിയാമക ശക്തി. അതിന് നമ്മൾ പറയുന്ന പേരാണ് ദൈവം, ഈശ്വരൻ. എവിടെയാണ്? നമ്മളുടെ ഉള്ളില്. നമ്മുടെ ഉള്ളിൽ മാത്രമാണോ? അല്ല, എല്ലായിടത്തും സർവ്വവ്യാപിയാണ്. എന്റെ ഉള്ളിലെ ചൈതന്യമായിട്ട് ഞാൻ അതിനെ അറിയുന്നു. എത്ര എളുപ്പമുണ്ട്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല എന്നൊരവസ്ഥയ്ക്ക് ഞാൻ സാക്ഷിയാണ് അല്ലേ? ഉണരുമ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞതില്ല, ചത്ത പോലെ കിടന്നു, ചത്ത
പോലെ കിടന്നുറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല. സ്വപ്നം കണ്ടാലോ അത് നമുക്ക് ഓർമ്മയുണ്ട്. ഓർമ്മ പോകും, ഞാൻ ഇന്നാളെ സ്വപ്നം കണ്ടു. ഉണർന്നിരിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ ഉണർന്നിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ ഈ ഉണർന്നിരിക്കുന്നുള്ള ഞാനല്ല, ഉണർന്നിരിക്കുമ്പോഴുള്ള ഞാനല്ല സ്വപ്നം കാണുന്നു. അവിടെ ഈഗോ മാറുന്നുണ്ട് ഇല്ലേ? ഉറങ്ങിക്കിടക്കുമ്പോഴും ഈഗോ മാറി. ഈഗോയിലില്ല, ഈഗോയിലെ സ്റ്റേറ്റ് ആണ്. എല്ലാവരും ഒരേപോലെയാണ്. സുഷുപ്തി അവസ്ഥയിൽ എല്ലാവരും ഒരേപോലെയാണ്. രാജാവ് അല്ലെങ്കിൽ യാചകനായിട്ട് എല്ലാവർക്കും അത് തുല്യമാണ്. ഈ മൂന്ന് സ്ഥലത്തും നമ്മളുടെ ജീവഭാവം മാറി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ മൂന്ന് സ്റ്റേറ്റും ഓർമ്മയുണ്ട്. മൂന്ന് തലങ്ങളും നമുക്ക് ഓർമ്മയുണ്ട് ഇല്ലേ? ഉണർന്നിരുന്നത് നമുക്ക് ഓർമ്മയുണ്ട്, സ്വപ്നം കണ്ടത് ഓർമ്മയുണ്ട്, ഉറങ്ങിക്കിടന്നത് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ മൂന്ന് സ്റ്റേറ്റും ഈ മൂന്ന് അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് എന്തോ ഒന്നും ഉള്ളിലുണ്ട്. ശരിയല്ലേ? എല്ലാവർക്കും ഇല്ലേ? നിരീശ്വരവാദികൾക്കും ഉണ്ടോ? എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടോ? ഇന്ത്യക്കാർക്കും പാകിസ്ഥാനിക്കും ഉണ്ട്, സയന്റിസ്റ്റുമാർക്കുണ്ട്, ഭക്തരുണ്ട്, പൂജാരിക്കുണ്ട്. ഈ അവസ്ഥകളെ മൂന്നിന് സാക്ഷിയായിരിക്കുന്ന ചൈതന്യം ജാഗ്രത സ്വപ്ന സുഷുപ്തീനാം സാക്ഷിഭൂത്തേ നമോ നമഃ. ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രമാണ്. ഈ ഭഗവാൻ എവിടെ ഇരിക്കണം? അവരുടെ ഉള്ളിലിരിക്കുന്നു. ഇനി ഭഗവാനെ കാണാൻ എവിടെയും പോകണം. ഇത് ഓർമ്മിച്ചാൽ പോലെ. ശരിയാണോ പറയുന്നത്? എന്റെ അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന ചൈതന്യം ഞാൻ ഭഗവാനെ കാണും. നമ്മൾ തുടക്കത്തിലൊന്ന് ധ്യാനിച്ചും അവനവന്റെ ഉള്ളിലെ ജോലി ആത്മപ്രകാശത്തിലാണ് അനുഭവങ്ങളൊക്കെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. നമ്മളെപ്പോഴും ഓർമ്മിക്കണം, ഞാൻ ഈ അനുഭവത്തിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ അതിൽ അർക്കാനിലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്ന് കണ്ണ് മനമാകുന്ന കണ്ണതിമ കണ്ണായിരുന്ന പൊരുൾ, ഇങ്ങനെ പറയും. അപ്പൊ ഈ കാണുന്ന അനുഭവങ്ങൾക്കൊക്കെ കാഴ്ചക്കാരനായിക്കൊണ്ട് കണ്ണുണ്ട്. ഇതിനെ കാണുന്നു എന്നറിയുന്ന ഒരു മനസ്സുണ്ട്. മനസ്സ് ഈ അനുഭവങ്ങളിൽ അറിയുന്ന ഒരു ബുദ്ധിയുണ്ട്. ഇതിനെല്ലാം കാണുന്ന ഒരു പ്രകാശം. ആ പ്രകാശം ഈശ്വരനാണ്. ആ ഈശ്വരനെ നമ്മൾ പറയും ശ്രീരാമൻ. ഒരു പേരാണോ? ഒരു പേരല്ല. ആ രൂപത്തിൽ കാണാം, ശ്രീകൃഷ്ണനായിട്ട് കാണാം. ഇന്ന് കൂർമാവതാര ദിനമാണെന്ന് പറയുന്നു. ഏത് രൂപത്തിൽ വേണമെങ്കിലും കാണാം. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും. രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ ഓർമ്മ വരും. എത്ര ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുക? 100 ഡിഗ്രി. 100 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കുമ്പോൾ ഒരു ചോദ്യം നമ്മൾ അവനവനോട് ചോദിക്കണം. 100 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കണം എന്നൊരു നിയമം ഉണ്ടാക്കിയത് ആരാണ്? ശരിയല്ലേ ചോദ്യം? 100 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കും. കത്താൻ സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ചേർന്ന് ജലം ഉണ്ടാകുമ്പോൾ തീ കെടുത്തുന്ന സാധനമായി. എന്തൊരു അത്ഭുതമാണ്! ആരുണ്ടാക്കിയ നിയമം? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. നിങ്ങൾ വിഗ്രഹ ആരാധകരല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ മരത്തിലും കല്ലിലും ശീലയിലും ഒക്കെ ഈശ്വരനെ കാണുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് തിരിച്ചു ചോദിക്കാൻ സാധിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഈ മൈക്ക് സ്റ്റാൻഡ് ഇരിക്കുന്നു, ഇതെന്താണ് സാധനം? ഇത് അലുമിനിയമാണ്. ആരൊക്കെ സംശയമുണ്ടോ? ഇത് അലുമിനിയമാണ്. അലുമിനിയം എന്ന ലോഹം എന്താണ്? ഞാൻ ഈ കാണുന്നത് അലുമിനിയത്തിന്റെ സ്റ്റാൻഡ് ആണെങ്കിലും അലുമിനിയത്തിന്റെ തന്മാത്രകളെയാണ്. ശരിയാണോ? അലുമിനിയത്തിന്റെ തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് ഇത് ഉണ്ടായത്. ശരിയല്ലേ? അപ്പോൾ ഞാൻ കാണുന്നത് തന്മാത്രകളെയാണോ അലുമിനിയത്തിനെയാണോ? നമ്മളത് അവരോട് ചോദിക്കേണ്ടത്. തന്മാത്രകൾ കൂടി ചേർന്ന് ഞാൻ ഈ സ്റ്റാൻഡ് കാണുന്നു. ശരിയല്ലേ? നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. അവരെ തന്മാത്രകൾ എന്താണ്? ആറ്റംസ് ആണ്. നിങ്ങൾ ആറ്റംസ് ആണോ കാണുന്നത്? തന്മാത്രകളാണോ കാണുന്നത്? സ്റ്റാൻഡ് ആണോ കാണുന്നത്? ഞാൻ കാണുന്നത് സ്റ്റാൻഡ് ആണെങ്കിലും ശരിക്കത് ആറ്റംസ് ആണ്. ശരിയാണോ? സംശയമൊന്നുമില്ലല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇതിനാണ് ഭഗവാൻ ജ്ഞാനദൃഷ്ടി പറഞ്ഞ അർജുനോട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുക. അപ്പൊ എന്ത് കാണും? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ കാണും. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്താണ് ഈ കാണുന്നത്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണോ കാണുന്നത്? ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ സത്യത്തിൽ അതാണ്. അപ്പൊ നമ്മളത് വേദാന്തത്തിൽ എന്ത് പറയും? പാരമാർത്ഥിക ദൃഷ്ടിയിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. വ്യാവഹാരിക ദൃഷ്ടിയിൽ അത്
സ്റ്റാൻഡാണ്. ഇങ്ങനെ പറയാം, ഇത് കേൾക്കുന്നവർക്ക് നാളെ മുതൽ ഞാൻ ക്ലാസ്സിൽ പോകണില്ല. പക്ഷെ പറയാം, ഞാൻ കാണുന്നത് ഇതാണെങ്കിലും ശരിക്കും സത്യത്തിൽ അതാണ്, പക്ഷെ കാണപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇതൊരു സംശയമുണ്ടോ? ഇല്ല. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എതുവരെ എത്തും? ഇന്ന് സയൻസ് എത്തി നിൽക്കുന്ന തലത്തിലെത്തും. മാറ്റർ, എനർജി, ദ്രവ്യം, ഊർജം. ഇതിന് രണ്ടിനെയും വേർതിരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് ഒന്നാണോ പലതാണോ എന്ന സംശയത്തിലാണ് ഇപ്പൊ സയൻസ്. ഇതിന്റെ അളവ് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. മാറ്റർ എല്ലാവരും നമുക്ക് പഠിച്ച കാര്യമാണിത്. ദ്രവ്യവും ഊർജവും പരസ്പരം മാറ്റാതെ അതിന് വേർതിരിക്കാനാവില്ല. ഈ നിശ്ചലമായിരിക്കുന്ന ദ്രവ്യത്തിനെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, ഋഷിമാർ ഒരു പേര് കൊടുത്തു, ശിവം. ഊർജത്തിന് ഒരു പേര് കൊടുത്തു, ശക്തി. ഇത് മാറ്റർ ആൻഡ് എനർജി ആണെങ്കിൽ ഇത് ശരിക്കും എന്താണ്? സംസ്കൃതം പറഞ്ഞു, ശിവശക്തിയായി. ഇത് ശിവശക്തിയാണോ മൈക്ക് സ്റ്റാൻഡാണോ? ഇനി പറയും. അറിവുള്ളവൻ ഇത് ശിവശക്തിയെ കാണും, അറിവില്ലാത്തവൻ മൈക്ക് സ്റ്റാൻഡ് എന്ന് പറയും. ഞാനിതിന് മാലയിട്ട് ഓം ശിവശക്തിക്ക് രൂപിണി നമ ഒരു മാലയിട്ട് എന്റെ കണ്ണിലത് ശിവശക്തിയാണ്. അവൻ പറയും അജ്ഞാനി മൈക്ക് സ്റ്റാൻഡിന് മാലയിട്ട് പൂജിക്കണം. ഓരോ വിഗ്രഹത്തിലും നമ്മൾ കാണുന്നത് ഈശ്വര ചൈതന്യമാണ്. ഭഗവാൻ പറയുന്നു ഇവിടെ ഞാനല്ലാതെ ഒന്നുമില്ല. മയാകൃതം ഇതം സർവം ജഗത് അവ്യക്തമൂർത്തിന. ഭഗവാൻ പറഞ്ഞാൽ ഇവിടെ ഞാനല്ലാതെ ഒന്നുമില്ല അർജുന. ഈ കാണുന്നതൊക്കെ എന്നിലാണ്, ഞാൻ തന്നെയാണ്. വിഗ്രഹാരാധന തെറ്റാണോ? അത് അങ്ങനെ പൂജിച്ച് ആരാധിക്കാനുള്ള ചില ചടങ്ങുകളും ആചാരങ്ങളും ഉണ്ട്. അതൊക്കെ അവിടെ നടന്നു. ഹിന്ദുവിനെ ആരെങ്കിലും വിഗ്രഹ ആരാധകർ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ അവൻ അജ്ഞാനിയാണ്. കാരണം ഇതില്ല. ഇനി രാമായണം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. ഭഗവാൻ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ? ഭഗവാന്റെ ധർമ്മ സംസ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് പുഴയും നദിയും സമുദ്രവും പക്ഷികളും മൃഗങ്ങളും എല്ലാം അതിന്റെ ഭാഗമായി, വാനരങ്ങളൊക്കെ അല്ലേ ഭഗവാന്റെ സങ്കല്പത്തിന്റെ ഭാഗമാണെല്ലാം. പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠമാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നശിക്കും. ധർമ്മ സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നിലനിർത്തുക എന്ന് കൂടി ഒരർത്ഥം. അത് അങ്ങനെ അവതാരമായിട്ട് വന്നു എല്ലാവരും വെട്ടിക്കൊല്ലുന്ന രൂപമല്ല, പ്രകൃതി സംരക്ഷണമാണ്. അന്ന് ഹിന്ദു മലയെ പൂജിച്ചു, മരത്തെ പൂജിച്ച് കളിയാക്കി. അജ്ഞാനികൾ, അവർക്ക് അറിയില്ല, വിഡ്ഢികള്. ഇവിടെയാണ് ദൈവം. ദൈവം എന്ന് കാണാപ്പുറത്തിരുന്നിട്ട് സൃഷ്ടിയെ റിമോട്ട് കൺട്രോൾ ഇങ്ങനെ നോക്കുന്ന ഒരാളല്ല. ഇന്ന് നമ്മളോട് പറയുന്നു വെള്ളം മലിനപ്പെടുത്തല്ലേ, വായു മലിനപ്പെടുത്തല്ലേ, സൂക്ഷിക്കൂ, ഭൂമിയിലെ ജലം വളരെ കുറവാണ്, ആരോഗ്യം സൂക്ഷിക്കൂ, ശബ്ദം കൂടുതൽ ഉപയോഗിക്കല്ലേ. ഇതൊക്കെ തന്നെയല്ലേ പണ്ടും പറഞ്ഞത്. അന്നും പറഞ്ഞ പോലെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇപ്പൊ പറയുന്നത് തന്നെയല്ലേ. ഇതിനൊക്കെ ആദരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ നശിപ്പിക്കില്ല. എന്നും നദിയെ പൂജിക്കുന്ന ഒരാളോട് നദിയെ മലിനപ്പെടുത്താൻ പറഞ്ഞ മലിനപ്പെടുത്തില്ല. അതിന് പകരം ഇത് ഹൈഡ്രജൻ ആണെങ്കിൽ ഓക്സിജൻ ആണെങ്കിൽ കെമിക്കലാണ് പറയുമ്പോൾ ആ കുട്ടി കുറച്ച് കെമിക്കൽ കൂടി കൊണ്ടുവന്നാൽ മിക്സ് ചെയ്ത് കൊടുക്കും. അതേസമയം ഇതൊക്കെ ജീവന്റെ ആധാരമാണ്. ഇത് നശിച്ചാൽ നീ നശിച്ചു, പ്രകൃതി ഇല്ലാതെയൊക്കെ നീ ഇല്ലാതെയോ എന്ന് പറഞ്ഞു കൊടുത്താലോ നമ്മൾ ആദരിക്കും. ഈ ആദരവാണ് നമ്മൾ അവിടെ പൂജയായിട്ട് ചെയ്യുന്നത്. കുട്ടികൾ ചോദിക്കുമ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കണം. ആദ്യം നമ്മൾ പഠിച്ചെടുക്കണം. ഇതൊന്നും വെറുതെ പറഞ്ഞു തന്നില്ല. ശ്രീരാമ പ്രതിഷ്ഠ അവിടെ നടക്കുമ്പോൾ പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠമാണ്. ഭാരതത്തിന്റെ സംസ്കാരമാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. ഈ ഭാരതീയ സംസ്കാരം ഹൈന്ദവ സംസ്കാരം അല്ലാത്ത എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നോക്കും പുറത്തുനിന്ന് വന്ന്. ഭാരതത്തിന്റെ സംസ്കാരം മാത്രമേ നീ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നീ പ്രകൃതിയെ നോക്കണം. സഹയജ്ഞ പ്രജാസൃഷ്ടോ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്ടത്വം. സൃഷ്ടിയുടെ അടിസ്ഥാന തത്വമാണ് യജ്ഞഭാവന. പരസ്പരം ഒന്നിച്ചിരുന്ന് പരസ്പരം സഹകരിക്കുക എന്നുള്ളത്. ഒന്നിനെ നശിപ്പിക്കാനല്ല പറഞ്ഞത്. അതേസമയം ബാഹ്യമായിട്ട് വന്ന സംസ്കാരം എടുത്തു നോക്കൂ. എന്താ പറഞ്ഞത്? സൃഷ്ടിയെ ഉണ്ടായത് നിനക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ്. അവൻ അടിച്ചു പൊളിക്കാൻ സൃഷ്ടിയെ നശിപ്പിക്കും.
ഉപഭോഗ സംസ്കാരം, ഫാക്ടറിയിൽ പ്രോഡക്റ്റ് കൂട്ടാൻ മരം നശിപ്പിക്കൂ, പാറ നശിപ്പിക്കൂ, മല നശിപ്പിക്കൂ, വെള്ളം നശിപ്പിക്കൂ. അവസാനം ഇതൊക്കെ റിവേഴ്സ് ആ കൂടി പ്രശ്നമാണ്. ഇതേ സംഭവിക്കുന്നത് കാണില്ലേ? ഹൈന്ദവ സംസ്കാരം നശിക്കുന്നതിന്റെ പരിണത ഫലമാണതൊക്കെ, പ്രകൃതിയുടെ ദൂഷ്യം. ഇന്ന് രാമജന്മഭൂമിയിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ നമ്മൾ ഇതാണ് ഓർമ്മിക്കേണ്ടത്. തളരുന്ന ഹിന്ദു നശിക്കുന്ന സൃഷ്ടി, വളരുന്ന ഹിന്ദു ശാന്തമായ സൃഷ്ടി. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ സൃഷ്ടി ഇതുപോലെ സമർത്ഥ സുന്ദരമായി നിൽക്കണമെങ്കിൽ ഇവിടെ ഹൈന്ദവ സംസ്കാരം നിലനിന്നേ പറ്റൂ. ഹൈന്ദവ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ ആചാരങ്ങൾ നിലനിന്നേ പറ്റൂ. ആചാരങ്ങൾ നിലനിൽക്കണമെങ്കിൽ ക്ഷേത്രങ്ങളും ഭക്തിയും നിലനിന്നേ പറ്റൂ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉണ്ടായേ പറ്റും. ആരും നിലനിർത്തും നമ്മളെ? നമ്മൾ ആരും നിലനിർത്തും? നമ്മൾ സ്വയം നിലനിർത്തില്ല, അതൊരു രക്ഷയില്ല. ഭഗവാൻ ആദ്യം പറഞ്ഞു. എങ്ങനെ നിലനിർത്തും? നമ്മുടെ ആചാരങ്ങൾ നശിപ്പിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. തൈത്തരീയ ഉപനിഷത്ത് പറഞ്ഞ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹിന്ദുവിന് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഹിന്ദുവിന്റെ ആചാര സംഹിത. ബൈബിളിൽ ഒരു 10 കമൻമെന്റ്സ് ഉണ്ട്. ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ ഒരു ആചാര സംഹിതയുണ്ട്, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം പറയുന്നത്. ഹിന്ദുവിനൊരു ആചാര സംഹിതയുണ്ട്, കേട്ടിട്ടുണ്ടോ? തൈത്തരീയ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹിന്ദു എങ്ങനെ ജീവിക്കണം. ഋതം ച സ്വാധ്യായ പ്രവചനേച്ച സത്യം ച സ്വാധ്യായ പ്രവചനേച്ച 12 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാതൃദേവോ ഭവ കേട്ടിട്ടുണ്ടോ? നമ്മൾ കൈ വന്നിച്ചോളൂ. എല്ലാ അമ്മമാരെ കൈയുമ്പോ പിതൃദേവോ ഭവ കേട്ടിട്ടുണ്ട്. ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഇത് ഇതിലുള്ളത് ഹിന്ദുവിന്റെ ആചാര സംഹിതയുടെ ഏതാനും ഭാഗങ്ങളാണ്. ഇത് നമ്മൾ പാലിക്കുന്നുണ്ട്. മാതൃദേവോ ഭവ എന്ന് പറയുമ്പോൾ അമ്മയെ ദൈവത്തെ പോലെ പൂജിക്കണം എന്നാണ്, അടിച്ചുകൊണ്ട് പടമാക്കി വെക്കണം എന്നല്ല അർത്ഥം. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇന്നും ഞാൻ ന്യൂസ് കേട്ടു, ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ട്. അമ്മ ആദരിക്കപ്പെടേണ്ട തലത്തിലേക്ക് ഉയരണം. അമ്മയ്ക്ക് അറിവ് വേണം. ഒരു കുട്ടിക്ക് അമ്മയെ കണ്ട് ആദരിക്കാൻ തോന്നണം. അത് അമ്മയുടെ സംസ്കാരം അവർ വളർത്തിയെടുക്കണം. അമ്മ ആ സംസ്കാരം കുട്ടിക്ക് കൊടുക്കണം. അപ്പോഴാണ് മാതൃദേവോഭവ. ഞാൻ അമ്മയല്ലേ കുമ്പിടുമെന്ന് പറഞ്ഞപ്പോഴത്തെ കുട്ടികൾ കുമ്പിടില്ല. എനിക്ക് അമ്മയെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുമ്പിടാൻ തോന്നണം. അത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. പിതൃദേവോഭവ സെയിം. ഇന്ന് ഞായറാഴ്ചയിലെ 2 പൂശി വീട്ടിലിരിക്കുക പറഞ്ഞാൽ പിതൃദേവോഭവ ആവില്ല. ഹോളിഡേ നമുക്ക് പറഞ്ഞിട്ടില്ല. ഓർമ്മിച്ചു. കുട്ടികളൊക്കെ തലതിരിഞ്ഞു പോയി. തല തിരിയാനുള്ള സാഹചര്യം ആരൊരുക്കി കൊടുത്തു? പുറത്തൊരു വിഷമം ഉണ്ടാകുമ്പോൾ എന്റെ സുരക്ഷ വീട്ടിലാണെന്നൊരു കുട്ടിക്ക് തോന്നണമെങ്കിൽ വീട്ടിലെ സാഹചര്യം ഉണ്ടാവണം. ഇവിടെ അച്ഛനും അമ്മയും കൂടി കടിപിടിയുന്നു. എങ്ങനെ വരാൻ തോന്നും വീട്ടിലേക്ക്? ഞാൻ മുമ്പ് പറഞ്ഞു, ലക്ഷ്മണനെ നഷ്ടപ്പെട്ടപ്പോഴാണ് രാവണൻ സീതാദേവിയെ കൊണ്ടുപോയത്. ചിട്ടകൾ, ധർമ്മത്തിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മളെ അന്യ സംസ്കാരം കൊണ്ടുപോകും. ഇന്ന് കുട്ടികൾ മതം മാറി പോകുന്നു. ലവ് ജിഹാദ് എന്ന് പറയും. എന്ത് പേര് വിളിച്ചിട്ടും കാര്യമില്ല. സാഹചര്യം ആരൊരുക്കി? ഒരിത്തിരി സമാധാനം വേണം. അമ്പലത്തിലേക്കല്ല പോവുക. ഇന്ന് MDMയും കള്ളുഷാപ്പും എന്തൊക്കെയോ. പണ്ടൊക്കെ സമാധാനം നേടിയിട്ട് അമ്പലത്തിലേക്ക് പോകും. കുറച്ച് നേരം അവിടെ പോയിരിക്കട്ടെ, ഒരു ശാന്തിയും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടും. ഇന്ന് ഒരു വൈബ്രേഷനും ഇല്ല, കുഴഞ്ഞിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ഒരു ബോധവുമില്ല. രാവണൻ കൊണ്ടുപോവുക. ആധുനിക യുഗത്തിലെ രാവണന്മാരാണ് ഇതൊക്കെ. എവിടെയാണ് നമുക്ക് പഠിച്ചത്? നമ്മളുടെ ഉള്ളിലെ രാമവിഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ക്ലിയറാവുന്നുണ്ടോ പറയുന്നത്? കല്യാണം ഒരാൾ വന്ന് ഞങ്ങൾ ചീത്ത പറഞ്ഞു പോയി എന്ന് പറയുക. ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കണേ. ഞാൻ ബാലകേന്ദ്രം തുടങ്ങിയ കാലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇത് ബാലകേന്ദ്ര കുട്ടികൾ അവിടുത്തെ കല്യാണം ഓരോ സംഘടനകളിലും വിളക്ക് എത്തിക്കാനായിട്ട് അവിടെ കുറച്ച് ബാലകേന്ദ്ര കുട്ടികളെ പറഞ്ഞേക്കണം. എന്തിനാ? വിളക്ക് എത്തിക്കാൻ നാമം തരാൻ. അവരിടുന്ന ഉപനിഷത്ത് മന്ത്രങ്ങളും വേദമന്ത്രങ്ങളും തരും. പല സംഘടനകൾക്കും ആ കുട്ടികളെ പ്രയോജനപ്പെടുന്നുണ്ട്. ആ കുട്ടികൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഇപ്പോൾ
പുതിയ ബാലകേന്ദ്ര ബാച്ചുകൾ ഇപ്പൊ മറാഠി കുട്ടികളെ കൂടുതൽ. നമ്മളെ കുട്ടികളെ മാർഗദർശികളാണ് അവർക്ക്. കുട്ടികൾ മാറും. അച്ഛനമ്മമാര് ഓരോ ദിവസം വന്നിട്ട് പറയും കുട്ടിക്ക് നല്ല മാറ്റം കിട്ടും, ഞങ്ങൾക്കിപ്പം വീട്ടിൽ പഴയ പോലെ നിൽക്കാൻ പറ്റും, ഞങ്ങൾ നന്നായി തുടങ്ങി. കുട്ടികൾ ഗുരുവായി. ഇത് ഞാൻ എന്റെ അനുഭവം പറയുന്നത്. നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഇതൊക്കെയാണ് നമ്മൾ രാമനെ മനസ്സ് പ്രതിഷ്ഠിക്കുക പറയുന്നത്. വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ട് കാര്യമില്ല. ഈ രാമനെ ഇതുപോലെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് രാമന്റെ ആരാധനകൾ ചെയ്യുന്നത് ഈ ധർമ്മം പാലിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ധർമ്മം പാലിക്കുക. കുട്ടികൾക്ക് അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, ആചാര്യന്മാരാണ് പറഞ്ഞു കൊടുക്കുക. എന്നാൽ ആചാര്യനെ പ്രതീകാത്മകമായിട്ട് കൊന്ന് റീത്ത് വെക്കുന്ന സമൂഹമാണ്. കേട്ടിട്ടില്ലേ കേരളത്തിലെ ന്യൂസൊക്കെ? സങ്കടം തോന്നും. നമ്മളൊക്കെ കാലത്ത് മാഷ് മുന്നോട്ട് വേഗം മടക്കത്ത കഴിച്ചിട്ട് ഒതുങ്ങി നിൽക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ. എത്ര മാറി നമ്മള്. ആചാര്യ ദേവോഭവ പറഞ്ഞു കൊടുക്കാൻ ആളില്ല ആചാര്യന്മാരില്ല. ഒരു ക്ഷേത്രത്തിൽ ഒരു സത്സംഗം പറയാൻ വരണമെങ്കിൽ ആ വ്യക്തി പോലും ആദ്യം ദക്ഷിണ എത്ര പാക്കേജാണ്. ഫ്ലൈറ്റ് അങ്ങോട്ട്, ഫ്ലൈറ്റ് ഇങ്ങോട്ട്, ഇത്ര ദിവസം ഇത്ര, ഇന്ന സ്ഥലത്ത് താമസം. ഓരോ സ്വാമിമാരുടെ ദക്ഷിണ കണ്ട് നമുക്ക് അത്ഭുതം തോന്നും. ദക്ഷിണ എന്ന പൈസയൊക്കെ മായയില്ല. ഇതൊക്കെ മായയില്ല. ഇവിടെ ഉപേക്ഷിച്ച് പോകണം. ഇത് പറയുന്നതിന് ദക്ഷിണ വാങ്ങും. ഇവിടെ എനിക്കറിയില്ല ഇവിടെ സത്സംഗങ്ങൾ നടക്കാറുണ്ടോ എന്നുള്ളത്. കമ്മിറ്റിക്കാരോട് ചോദിച്ചാലറിയാം എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ കഴിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ അതപ്പതിച്ച് പുറത്ത് കാണുന്നതല്ല, നമ്മൾ മാറ്റിയെടുക്കണം. ഈ സാഹചര്യം ഒരിക്കലും നമ്മളാണ്. ഇനിയെങ്കിലും നമ്മൾ ഇതൊക്കെ ഓർമ്മിക്കേണ്ട ദിവസമാണെന്ന്. ഒരു രാമജ്യോതി തെളിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇതൊക്കെ ഓർമ്മ വരണം. ഞാനൊരു ചിരാത് കത്തിച്ചു എന്നല്ല പറയാം. എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു. ഭഗവാനെ ഇതാ ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്നു മുതൽ ഞാൻ മാറുന്നു. അവിടുത്തെ നാമത്തിന് ഒരു അപമാനം സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തയ്യാറാണോ പ്രതിജ്ഞ ഏറ്റെടുക്കാൻ? എന്നെ കൊണ്ട് കഴിയുന്ന വിധം. ഒരു അണ്ണാറക്കണ്ണൻ രാമസേതു ബന്ധനത്തിന്റെ സമയത്ത് എങ്ങനെ സഹായിച്ചു അതുപോലെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. രാമസേതു ഉണ്ടാക്കണം എന്നാ പറയാം. എന്താ രാമസേതു? രാമനുമായിട്ട് ബന്ധിപ്പിക്കലാണ്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നമുക്കറിയാം ഓരോ സ്റ്റേറ്റിലും പോകുമ്പോൾ ഓരോ രാമക്ഷേത്രം തെരഞ്ഞു പിടിച്ച് അവിടെയൊക്കെ പോകും. അതൊക്കെ ന്യൂസ് വരും. അപ്പോഴാണ് ബാക്കിയുള്ളവർ അറിയണേ. ഇപ്പൊ കേരളത്തിൽ ഒരു തൃപ്രയാറുണ്ടെന്ന് വടക്കുള്ളവർ ഇപ്പോഴാണ് അറിഞ്ഞത് അല്ലേ? അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് അറിഞ്ഞുള്ളൂ. ഓരോ ക്ഷേത്രത്തിനെയും അയോധ്യയുമായിട്ട് ബന്ധിപ്പിക്കുന്നു രാമസേതു. നമ്മളുടെ ഉള്ളിൽ രാമചൈതന്യം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് രാമസേതു. ധർമ്മ സംസ്ഥാപനത്തിന് രാമസേതു അത്യാവശ്യമാണ്. ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യമുണ്ടാവണം. ഓരോ ക്ഷേത്രത്തിലും നമ്മൾ ഐകമത്യ സൂക്തം ചൊല്ലി പുഷ്പാഞ്ജലി ചെയ്യണമെങ്കിൽ സ്വയം പഠിച്ച് വീട്ടിൽ ചെയ്യാം. ആകെ ഒന്ന് ഒരു മിനിറ്റ് എടുക്കും. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഈ തമ്മിൽ തല്ലി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറും. കൊച്ചു കൊച്ചു രാമജ്യോതികളായിട്ട് ചെറിയ ചെറിയ ചിരാതുകളായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. എല്ലാവരും കൂടി ചേർന്നിട്ട് വലിയ അഗ്നിയാവാം. ആ ഒരു പ്രോമിസാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത്. രാമജ്യോതിയായിട്ട് മാറുക, രാമസേതുവിന് കാരണമായിട്ട് മാറുക, രാമവിഗ്രഹം പ്രതിഷ്ഠിക്കുക. ഞാൻ പോകുന്നിടത്തെല്ലാം രാമനാമം ചൊല്ലുക. രാമന്റെ പ്രകാശം രാമജ്യോതിയായിട്ട് മാറുക. നമ്മൾ ചെല്ലുന്നിടത്ത് ആ പ്രകാശം ഒരു വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു സമാധാനത്തിന്റെ സന്ദേശം, അവരുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഒരു ഹിന്ദുവിന് ഒരു പ്രശ്നം വന്നു, ഒരു ഭക്തനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ കഴിയുന്ന പോലെ ഇടപെടുക. നിന്റെ പ്രശ്നം, നിന്റെ കർമ്മവാസന അനുഭവിച്ചോ? ഇങ്ങനെയല്ല പറയാം. അവനെ സഹായിക്കേണ്ടത് എന്റെ കർമ്മവാസന. സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കണം. നമ്മൾ ഇന്ന് പലതുമായിട്ട് വിഭജിക്കപ്പെട്ടു. നമ്മൾ വിഭജിക്കപ്പെട്ട് നിൽക്കുക എന്നുള്ളത് ഇന്ന് പലരുടെ ആവശ്യമാണ്. പല സമൂഹങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട് ഓരോ സമൂഹത്തിനും ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. നിനക്ക് ഇന്നാ പിടിച്ചു, ഇത്ര ശതമാനം നിനക്ക്, ഇത്ര ശതമാനം നിനക്ക്, അതിന്റെ മുകളിൽ ചാടി പിടിച്ചു. എന്നിട്ട് ഇത് നഷ്ടപ്പെടാതിരിക്കാൻ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കണം. ഒരത്യാവശ്യം വരുമ്പോഴും നമ്മൾ വിഭജിച്ച് നിൽക്കുമ്പോൾ ഊഴിക്കെടുത്താൻ വളരെ എളുപ്പം. ഞാൻ രാമജ്യോതിയുടെ ഉദാഹരണം എടുത്തെടുത്ത് പറയുന്ന എളുപ്പം. ഒരു സമൂഹത്തിന് എന്റെ ആപത്ത് വരുമ്പോൾ നിനക്കത് വരണം, നിനക്കത് വരണം എന്നല്ല പറയും. എന്റെ ആളാണ് സഹം സംബന്ധിച്ച്. സമയമായി തോന്നുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടാവൂ. ശ്രീരാമദാസന്മാരാവാൻ തയ്യാറാവൂ.
ശ്രീരാമഭക്തി ഇന്നു മുതൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭഗവാനോട് പറയാം. ഭഗവാനെ നീ ഏൽപ്പിച്ച നിയോഗം ഞാൻ ഏറ്റെടുക്കുന്നു. അത് പൂർണ്ണമാക്കാനുള്ള ശക്തി എനിക്ക് തരണം. നീ ചെയ്തു തരുമെന്ന് പറയാം. അത് പൂർണ്ണമാക്കാനുള്ള ശക്തി എനിക്ക് തരണം. അവിടുത്തെ തത്വങ്ങൾ ഓർമ്മിക്കാനുള്ള ബുദ്ധി തരണം. അവിടുത്തെ കയ്യിൽ ഉപകരണമാണ് ഞാൻ എന്ന ബോധം എനിക്കുണ്ടാവണം. എന്നെ കൊണ്ട് കഴിയുന്ന വിധം എനിക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിക്കട്ടെ. ഈ ഭാരതത്തിന്റെ ഉന്നമനത്തിനായിട്ട് ഞാൻ പ്രവർത്തിക്കട്ടെ. ഭാരതത്തിന് ലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനത്തെത്തിക്കാൻ ഞാൻ പ്രവർത്തിക്കട്ടെ. അതിനുള്ള ഊർജമായിട്ട് വരൂ, അതിനുള്ള പ്രചോദനമായിട്ട് വരൂ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ, പ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? ഈ പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഭഗവാൻ എന്ന് വിളിച്ചൂടെ? എല്ലാവരും ഒരുമിച്ച് വിളിക്കോ? ജയ് ശ്രീരാം.